ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. നമ്മൾ DME ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 1 ആണ് ഇന്ന് നമ്മൾ ഡേ 1 ബാക്ടീരിയോളജി ഏരിയ ആണ് കവർ ചെയ്യുന്നത്. ബാക്ടീരിയോളജി ഏരിയയിൽ തന്നെ മോർഫോളജി ഓഫ് ബാക്ടീരിയ, കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡ്, ഈ ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മളിവിടെ പഠിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് PYQ ഡിസ്കഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം പലരും ചോദിക്കാറുണ്ട് ഏത് മെത്തേഡിലാണ് നമുക്ക് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബോർ അടിക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അത് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ കൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ആമസോൺ കിൻഡിൽ നമ്മൾ ഏകദേശം ഒരു 1000ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതില് കിൻഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 99 റുപ്പീസിന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബാക്ടീരിയൽ സെൽ infolding of plasma membrane are called option A cytoplasm, option B ribosome, option C mesosome, option D mitochondria. അതായത് നമ്മൾ ബാക്ടീരിയൽ സെല്ല് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ മോർഫോളജി ഏരിയ ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. മോർഫോളജിയിൽ നമ്മൾ ബാക്ടീരിയൽ സെല്ല് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്ങിനെ നമ്മൾ എന്താണ് പറയുന്നത്? യെസ്, ദാറ്റ് ഈസ് മീസോസോം. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ബാക്ടീരിയൽ സെൽസിന്റെ ഇൻഫോൾഡിങ്ങിനെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മീസോസോം, ബാക്ടീരിയൽ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്ങിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബാക്ടീരിയൽ സെല്ലിന്റെ പിക്ചർ കണ്ടപ്പം അതിൽ പല സ്ട്രക്ചറും കാണാം അല്ലെ. സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, പ്ലാസ്മിഡ്, റൈബോസോംസ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് സ്ട്രക്ചർ കാണാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മീസോസോം ആണ് ചോദിച്ചതെങ്കിൽ ബാക്ടീരിയൽ സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഏതെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ബാക്ടീരിയൽ സെൽസിലെ കമ്പോണൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഒരു ബാക്ടീരിയൽ സെല്ലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റിജിഡ് ഔട്ടർ ലെയർ ഓഫ് ബാക്ടീരിയൽ സെൽ. അത് സെല്ലിന്റെ ഔട്ടർ ലെയർ ആണ്. അതേപോലെ തന്നെ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പൊ അധിക ബാക്ടീരിയ എന്ന് വെച്ചാൽ നമുക്ക് സെൽ വാൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ബാക്ടീരിയ മൈക്കോപ്ലാസ്മിയ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ബാക്ടീരിയക്കും സെൽ വാൾ പ്രസന്റ് ആണ്. ഔട്ടർ ആയിട്ടുള്ള ഒരു കവറിങ് പ്രസന്റ് ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മെയിൻറ്റെയിൻ നമ്മളെ സെൽസിന്, ബാക്ടീരിയൽ സെൽസിന് ഒരു ഷേപ്പും സ്ട്രെങ്ത്തും പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നുള്ളതാണ്. ഓസ്മോട്ടിക് ലൈസിസിന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സെൽ വാളിന്റെ ഫംഗ്ഷൻ. സെൽ വാൾ എന്ന് പറയുമ്പോൾ ഔട്ടർ കവറിംഗ് ആണ് ദാറ്റ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ദാറ്റ് പ്രൊവൈഡ് ദ സ്ട്രെങ്ത് ആൻഡ് ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഓസ്മോട്ടിക് ലൈസിസ്. ഇനി അടുത്ത സ്ട്രക്ചർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ. സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ സെൽ വാളിന്റെ ഉള്ളിൽ, അതായത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയാം. അതായത് സൈറ്റോപ്ലാസത്തിന്റെ കവറിംഗ്, നമ്മളെ സൈറ്റോപ്ലാസത്തിന്റെ കവറിംഗ് ആണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ എന്ന് പറയും. അതിന്റെ പുറത്താണ് ശരിക്കും എന്ത് കാണുന്നത്? നമ്മളെ സെൽ വാള് കാണുന്നത്. അപ്പൊ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മന്റെ കവറിംഗ്, പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പേര്, പ്ലാസ്മന്റെ മെംബ്രെയിൻ ആണ്. സോ അത് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വിത്ത് എംബഡഡ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഓൾറെഡി സെൽ വാൾ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൺ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് വിത്ത് പ്രോട്ടീൻസും ആണ്. ഓക്കെ, ദാറ്റ് സറൗണ്ട് സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്യും. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ന്യൂട്രിയന്റ് ആൻഡ് വേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും സെൽസിനുള്ളിലേക്കുള്ള, പുറത്തുനിന്ന് ഉള്ളിലേക്ക്, സെൽസിന് ഉള്ളിലേക്ക് ഈ ന്യൂട്രിയൻസിനെയും അതുപോലെ തന്നെ വേസ്റ്റിനെ തിരിച്ചു പുറത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ സെൽ മെംബ്രെയിൻ ആണ്. കാരണം ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ATP പ്രൊഡക്ഷന്റെയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടയൊക്കെ സൈറ്റ് ആണ് ഈ ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണത്, അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ATP പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്തതാണ് സൈറ്റോപ്ലാസം. അതായത് ഈ ബാക്ടീരിയൽ സെൽസിന്റെ ഓർഗനൽസും കാര്യങ്ങളും. ഇപ്പൊ ഓർഗനൽസ് എന്ന് പറയാൻ ബാക്ടീരിയൽ സെല്ലിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും എന്നാലും ഇതെല്ലാം എംബഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇൻസൈഡ് ദി സെൽ മെംബ്രെയിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ സൈറ്റോപ്ലാസം എന്ന് പറയും. സോ അതിലായിരിക്കും സെല്ലുലാർ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ റൈബോസോംസ്, ന്യൂക്ലിയർ മെറ്റീരിയൽസ്, ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും, ഈ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിരിക്കും. സോ അവിടെ ആയിരിക്കും എൻസൈംസ്, അതുപോലെ റൈബോസോംസ്, ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ന്യൂക്ലിയോയിഡ്. അപ്പൊ നമ്മൾ ബാക്ടീരിയൽ സെൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും സെൽ ഓർഗനൽസ് ഒന്നും എന്തിലുണ്ടാവില്ല, ബാക്ടീരിയൽ സെല്ലിൽ ഉണ്ടാവില്ല. നമ്മളെ ഒരു ഹ്യൂമൻ സെല്ല് പോലെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല ബാക്ടീരിയൽ സെൽ. ദാറ്റ് ഇസ് എ പ്രോകാരിയോട്ടിക് സെൽസ്. ഒരു ട്രൂ ന്യൂക്ലിയസ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂക്ലിയോയിഡ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ന്യൂക്ലിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലർലി ഷേപ്ഡ് റീജിയൻസ് ഇൻ സൈറ്റോപ്ലാസം വിച്ച് ബാക്ടീരിയൽ DNA ലൊക്കേറ്റ്. ആ DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, ആ സർക്കുലർ DNA അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ബാക്ടീരിയൽ സെല്ലിൽ പ്രസന്റ് അല്ല. സോ ഈ ഒരു സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കൺട്രോൾ ജനറ്റിക് ഫംഗ്ഷൻസ് ആൻഡ് സെൽ ഡിവിഷൻ. നമുക്കറിയാം ആ ഒരു ഏരിയയിലാണ് DNA പ്രസന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക് ഫംഗ്ഷൻസും സെൽ ഡിവിഷൻസുമാണ് ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഏരിയയുടെ ഫംഗ്ഷൻ വരും. നെക്സ്റ്റ് റൈബോസം. റൈബോസോം ഏത് യൂണിറ്റ് ഓഫ് റൈബോസോംസ് ആണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ 70S യൂണിറ്റ് ഓഫ് റൈബോസോം ആണ്. കാരണം 50S പ്ലസ് കമ്പോസ്ഡ് ഓഫ് 30S, രണ്ടും കൂടി നമ്മൾ 70S യൂണിറ്റ് ഓഫ് റൈബോസോംസ്. കാരണം നമ്മൾ ഈ ഒരു യൂക്കാരിയോട്ടിക് സെൽസ് എടുക്കുകയാണെങ്കിൽ അവിടെ 80S യൂണിറ്റ് സബ് യൂണിറ്റ് ആണ് വരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ ബാക്ടീരിയന്റെ സെൽ അല്ലെ പ്രോകാരിയോട്ടിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ 70S യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ പറയാണ് സ്മോൾ സോ റൈബോസോം എന്ന് പറയുന്ന ഒരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് എ പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ്. റൈബോസോം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. ഇനി മീസോസോം. മീസോസോം എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ. ദാറ്റ് ഈസ് എ ഫോൾഡഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെമ്പർ, അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറിന്റെ ഇൻഫോൾഡിങ്ങിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് മെയിൻലി വരുന്നത് DNA റെപ്ലിക്കേഷൻസിൽ, അതേപോലെ തന്നെ റെസ്പിറേഷൻ. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നമ്മള് ബാക്ടീരിയൽ സെൽസിന്റെ റെസ്പിറേഷന് ഏത് ഓർഗൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സ്ട്രക്ചർ ആണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മീസോസോം. അതുപോലെ സെൽ ഡിവിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, DNA റെപ്ലിക്കേഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നോക്കാം. ദാറ്റ് ഈസ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു പോളിസാക്കറൈഡ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ലെയർ ഔട്ട്സൈഡ് ദ സെൽ. നമ്മൾ സൈറ്റോപ്ലാസം കഴിഞ്ഞു, അതിന്റെ കവറിംഗ് ആയിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ കവറിംഗ് ആയിട്ട് സെൽ വാൾ ഉണ്ട്, അതിനും പുറത്ത് സെൽ വാളിന്റെയും പുറത്തായിട്ടാണ് ആര് വരുന്നത്, ഈ ഒരു ക്യാപ്സ്യൂൾ വരുന്നത്. എല്ലാ ബാക്ടീരിയക്കും ക്യാപ്സ്യൂൾ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സെൽ വാളിനെയും പുറത്ത് കാണുന്ന ഒരു പോളിസാക്കറൈഡ് ഓർ പോളിപെപ്റ്റൈഡ് ലെയർ ആണ്. സോ ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ് ആൻഡ് ഹെൽപ്പ് ഇൻ അഡ്ഹെഷൻസ്. മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫാഗോസൈറ്റോസിസ് എന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ ബാക്ടീരിയനെ നമ്മള് ന്യൂട്രോഫിൽസ് ഒക്കെ ഫാഗോസൈറ്റ് ചെയ്യും അല്ലെ, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ അങ്ങനെ ഫാഗോസൈറ്റോസിസ് വഴി അതിനെ ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റില്ല. ഫാഗോസൈറ്റോസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഈ ക്യാപ്സ്യൂളിന്റെ ഫംഗ്ഷൻ വരുന്നത്. അതുപോലെ അഡ്ഹർ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഫ്ലജെല്ല. ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ലോങ് വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലജെല്ലി എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ ഫ്ലജെല്ല എന്ന് പറയുന്ന ഒരു വിപ്പ് ലൈക്ക്, ഒരു ലോങ് വിപ്പ് ലൈക്ക്, ഒരു വാല് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് വരുന്നത്. ഫ്ലജെല്ലി എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഹെൽപ്പ് ഇൻ മോട്ടിലിറ്റി. നമ്മള് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. സോ
അടുത്തതാണ് ഫ്ലജല്ലിനെ കുറിച്ച് പഠിക്കാൻ. ഇപ്പൊ ഇവിടെ നമുക്ക് ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ, അതുപോലെ തന്നെ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ, ഇത് നമ്മൾ വേറെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ സ്ട്രക്ചർ ആണ് പറയുന്നത്. നെക്സ്റ്റ് ഫിംബ്രിയ ഓർ പിലെ. ഇതൊരു ഷോർട്ട് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്, ദാറ്റ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഓർഗൻ ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. സ്ട്രക്ചർ ഓഫ് അറ്റാച്ച്മെന്റ് ടു ദ ഹോസ്റ്റ് സെൽ സർഫസ്. ഇത് നമ്മുടെ ഹോസ്റ്റ് സെൽസിന്റെ സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫിംബ്രിയ. മൂവ്മെന്റിന് ഫ്ലജല്ലേ, ഫാഗോസൈറ്റിസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾ ഉണ്ട്, അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംബ്രിയൻ. ഇപ്പൊ നമ്മൾ ഹോസ്റ്റ് സെൽസിനെ പോയിട്ട് അവർ അറ്റാച്ച് ചെയ്യുന്നത് ഈ ഫിംബ്രിയന്റെ ഹെൽപ്പോട് കൂടി. നെക്സ്റ്റ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ. ക്രോമസോം അല്ലാത്ത പുറത്ത് കാണുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് ഈ പ്ലാസ്മിഡ്. സ്മോൾ സർക്കുലർ DNA മോളിക്യൂൾ സെപ്പറേറ്റ് ഫ്രം ക്രോമസോമൽ DNA. ക്രോമസോമൽ DNA അല്ലാണ്ട് എക്സ്ട്രാ കാണുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാരീസ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. അപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഒക്കെ ക്യാരി ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്മിഡ് വഴിയാണ്. ഇപ്പോൾ ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് നമുക്ക് ഈ പ്ലാസ്മിഡ് വഴിയാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്റ്റോറേജ് ഗ്രാനൂൾ. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന കുറച്ച് സ്റ്റോറേജ് ഗ്രാനൂൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റോർ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സൾഫർ, ഗ്ലൈക്കോജന്, ഫോസ്ഫേറ്റ് ഫോർ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഗ്ലൈക്കോജൻ ഒക്കെ നമുക്കറിയാം, നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഗ്ലൈക്കോജനും സൾഫറും ഫോസ്ഫേറ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എൻഡോസ്പോർ. എൻഡോസ്പോർ എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റന്റ് സ്ട്രക്ചർ ആണ്. ഇപ്പോൾ ബാസിലസ് ആന്ത്രാസ്, ക്ലോസ്ട്രീഡിയം, കോക്സിയല്ല ബർണറ്റി ഇവരൊക്കെ സ്പോർ ഫോം ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആണ്. സോ അവർ സർട്ടൈൻ ആയിട്ടുള്ള കണ്ടീഷൻസിൽ, റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർട്ടൈൻ എൻവയോൺമെന്റിൽ എന്ത് ഫോം ചെയ്യും? ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യും. സോ അവരുടെ ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസ് സർവൈവ് ചെയ്യും. ഇപ്പൊ ഹീറ്റ്, റേഡിയേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ബാക്ടീരിയ കില്ല് ചെയ്തു പോകും, അധിക ബാക്ടീരിയയും കില്ല് ചെയ്തു പോകും. പക്ഷെ ഇങ്ങനെ സ്പോർ ഫോം ചെയ്യുന്ന ബാക്ടീരിയാസ് ആണെങ്കിൽ അവരുടെ റെസിസ്റ്റന്റ് ഫോം ആയിട്ടുള്ള സ്പോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കില്ല് ചെയ്യാണ്ട് സ്പോർ ഫോമിലേക്ക് എടുക്കും. സോ അപ്പൊ അവർക്ക് ഹാർഷ് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഈ സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും സ്ട്രക്ചർ ആണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ബാക്ടീരിയ എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഓരോന്നും നമ്മൾ പറഞ്ഞു, ഓരോന്നിന്റെ ഫംഗ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ഓർഗൻ ഫോർ അഡ്ഹഷൻ ഇൻ ബാക്ടീരിയ ഈസ് ഓപ്ഷൻ എ ഫിംബ്രിയെ, ഓപ്ഷൻ ബി ക്യാപ്സ്യൂൾ, ഓപ്ഷൻ സി ഫ്ലജല്ലേ, ഓപ്ഷൻ ഡി സ്ലൈം. ഓൾറെഡി ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയന്ന് വേറൊരു PYQ ഇട്ടതാണ്. ദാറ്റ് ഈസ് ഓർഗൻ ഓഫ് അഡ്ഹഷൻ എന്ന് പറയുന്നത് യെസ് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് ഫിംബ്രിയെ. ഫിംബ്രിയെ ആയിരുന്നു ഹോസ്റ്റ് സെൽസിലേക്ക് അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ. ഓപ്ഷൻ എ സ്പൈറോകിറ്റ്, ഓപ്ഷൻ ബി മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ സി ആക്ടിനോമൈസെറ്റ്സ്, ഓപ്ഷൻ ഡി സ്പൈറില്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എല്ലാ ബാക്ടീരിയക്കും സെൽവാൾ പ്രസന്റ് ആണ് എക്സെപ്റ്റ് ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ സെൽവാൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് എന്നുള്ളത്. സോ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ സ്പൈറോകീറ്റ്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ ബി സ്റ്റഫൈലോകോക്കസ്, ഓപ്ഷൻ സി സ്പൈറില്ലം മൈനസ്, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്പൈറോകീറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലെപ്റ്റോസ്പൈറ അല്ലെ. ലെപ്റ്റോസ്പൈറ ആണ് ഈ സ്പൈറോകീറ്റ് കാറ്റഗറിയിൽ വരുന്ന ബാക്ടീരിയ. അപ്പൊ എന്താണ് ഈ സ്പൈറോകീറ്റ്? അപ്പൊ നമുക്ക് ബാക്ടീരിയ, എല്ലാ ബാക്ടീരിയയും ഒരേ ഷേപ്പ് അല്ല വരുന്നത്, ഡിഫറെന്റ് ഷേപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. ഇതിൽ ഫസ്റ്റ് വൺ ആണ് കോക്കെ ഓർ കോക്കസ് എന്ന് പറയാം. കോക്കെ എന്ന് പറയുമ്പോൾ ദാറ്റ് അറേഞ്ച്ഡ് ഇൻ സ്ഫെറിക്കൽ ഓർ റൗണ്ട് ഷേപ്പ്. നമ്മൾ റൗണ്ട് സ്ഫെറിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബാക്ടീരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോക്കസ് എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്ഫെറിക്കൽ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഓഫ് ബാക്ടീരിയനാണ് നമ്മൾ കോക്കസ് എന്ന് പറയുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യൊന്നും വേണ്ട. രണ്ടാമത്തേതാണ് ബാസിലസ്. ബാസിലസ് എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്പ് ആയിട്ട് നമ്മൾ ലോങ് അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബാക്ടീരിയനെയാണ് നമ്മൾ ബാസില എന്ന് പറയുന്നത്. നമ്മൾ ഈക്കോളെ, സാൽമോണല്ല, ഷിജല്ല ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെന്താണ് റോഡ് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബാസിലേസ് ആണ്. ഇനി അടുത്തതാണ് വിബ്രിയോ. വിബ്രിയോ അല്ലെങ്കിൽ കോമ ഷേപ്ഡ് ബാക്ടീരിയ. നെക്സ്റ്റ് ഷേപ്പ് ശരി പറയുകയാണെങ്കിൽ ഇവിടെ കോമ ഷേപ്പ്. കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ വിബ്രിയോ എന്ന് പറയുന്നത്. ഇങ്ങനെ കോമ ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് വിബ്രിയോ. ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാട്ടോ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ ഇങ്ങനെ കോമ ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് വിബ്രിയോ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്പൈറിലം. സ്പൈറിലം എന്ന് പറയുമ്പോൾ സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ. അപ്പൊ നമ്മൾ സ്പൈറിലം അതിൽ മൈനസ് ഒക്കെ കണ്ടത് അത് സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ ആയിരിക്കും. സ്പൈറൽ ആയിട്ടുള്ള സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ ആണ് സ്പൈറിലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സ്പൈറോക്കീറ്റ്. സ്പൈറോക്കീറ്റും സ്പൈറിലും വ്യത്യാസം എന്താ വെച്ചാൽ സ്പൈറോക്കീറ്റ് ഹെലിക്കൽ ആയിരിക്കും. ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പ് ബാക്ടീരിയ ആണ് സ്പൈറോക്കീറ്റ് എന്ന് പറയുന്നത്. കാരണം അതിനുള്ളിൽ എൻഡോഫ്ലജല്ല പ്രസന്റ് ആയിരിക്കും. ഫ്ലജല്ല സെൽസിന്റെ ഉള്ളിലായിരിക്കും, എൻഡോഫ്ലജല്ല ആയിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. സ്പൈറിലത്തിൽ അങ്ങനെയല്ല, പുറത്തായിരിക്കും അതിന്റെ ഫ്ലജല്ല വരുന്നത്. ഓക്കെ, സ്പൈറിലം എന്ന് പറയുമ്പോൾ സ്പൈറൽ ഷേപ്പ് ആണ്. സ്പൈറോക്കീറ്റ് എന്ന് പറയുമ്പോൾ ഹെലിക്കൽ ഷേപ്പ് വിത്ത് എൻഡോഫ്ലജല്ല. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് എൻഡോഫ്ലജല്ല പ്രസന്റ് ആയിരിക്കുന്നത് ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്പൈറോക്കീറ്റ് ആണ്. പിന്നെ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്പൈറോക്കീറ്റിന് എക്സാമ്പിൾ ആണ് ട്രിപ്പണിമ പലീഡം. നമ്മൾ സിഫിലിസ് കോസ് ചെയ്യുന്ന ട്രിപ്പണിമ പലീഡം, ലെപ്റ്റോസ്പൈറ, നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ, ബൊറീലിയ. ഇതെല്ലാം സ്പൈറോക്കീറ്റിന് എക്സാമ്പിൾസ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തതാണ് ഫിലമെന്റസ് ബാക്ടീരിയ. നമ്മൾ ഫിലമെന്റ്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ബാക്ടീരിയയാണ് ഫിലമെന്റസ് ബാക്ടീരിയ. ദാറ്റ് ഈസ് നൊക്കാഡിയ ആൻഡ് ആക്ടിനോമൈസിസ്. നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഫിലമെന്റസ് ബാക്ടീരിയ ആണ് ഈ നൊക്കാഡിയയും ആക്ടിനോമൈസിസും ഫിലമെന്റ് പോലെ കാണുന്ന ബാക്ടീരിയ ആണ്. ഇനി അടുത്തതാണ് പ്ലിയോമോർഫിക്. പ്ലിയോമോർഫിക് എന്ന് പറയുമ്പോൾ സോ വേരിയബിൾ ഷേപ്പിൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിട്ട് അവരുടെ എന്താണ് ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പൊ കോക്കസ്, സ്ട്രെപ്റ്റോകോക്കി ആണത് കോക്കി ആയിട്ട് തന്നെ കാണും. പക്ഷെ ഇവർക്ക് വേരിയബിൾ ഷേപ്പിൽ നിൽക്കാൻ പറ്റുന്ന ബാക്ടീരിയയാണ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. മൈക്കോപ്ലാസ്മ, കൊറിനി ബാക്ടീരിയ ഒക്കെ നമുക്ക് പ്ലിയോമോർഫിക് കാറ്റഗറിയിൽ പറയാൻ പറ്റും. മൈക്കോപ്ലാസ്മ, അതേപോലെ തന്നെ കൊറിനി ബാക്ടീരിയം, ഡിഫ്തീരിയ ഒക്കെ നമുക്ക് പ്ലിയോമോർഫിക് ഡിഫറെന്റ് ഷേപ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് ഷേപ്പും കൂടി നമുക്ക് പറയാം. ദാറ്റ് ഈസ് കോക്കോബാസിലെ. കോക്കോബാസിലെ എന്ന് പറയുമ്പോൾ കോക്കയാണോ എന്ന് വെച്ചാൽ കോക്കയല്ല, ബാസിലാണോ എന്ന് വെച്ചാൽ ബാസിലയല്ല. അവര് ഏകദേശം ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഈ കോക്കോബാസിലെ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ബോർഡറ്റെല്ല, ഹിമോഫിലസ് ഒക്കെ എന്താണ് ഈ ഒരു കോക്കോബാസിലെ ഷേപ്പ് ആയിരിക്കും, ഒരു ഓവൽ ഷേപ്പുള്ള ബാക്ടീരിയ. പിന്നെ ക്ലബ് ഷേപ്പ് ബാക്ടീരിയ ആണ് നമ്മളുടെ കൊറിനി ബാക്ടീരിയ. കൊറിനി ബാക്ടീരിയ നമ്മൾ പ്ലിയോമോർഫിക് എന്ന് പറയുകയാണെങ്കിലും ഡിഫറെന്റ് ഷേപ്പിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊരു ഷേപ്പാണ് ക്ലബ് ഷേപ്പ് എന്നുള്ളത്. അപ്പൊ ക്ലബ് ഷേപ്പ് എപ്പോഴും ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നുള്ളതാണ്. ഓക്കെ, കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയ ആണ് നമ്മളെ ക്ലബ് ഷേപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഡിഫറെന്റ് ഷേപ്പും അതിന് എക്സാമ്പിളും പഠിച്ചു വെക്കുക. ആ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോക്കെ അറേഞ്ച്ഡ് ഇൻ ചെയിൻസ് ആർ ഓപ്ഷൻ എ ഡിപ്ലോകോക്കെ, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കെ, ഓപ്ഷൻ സി സ്ട്രെഫൈലോകോക്കെ, ഓപ്ഷൻ ഡി സാർസിയ. അതായത് കോക്കയാണ്, റൗണ്ട് ഓർ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, പക്ഷെ അത് ചെയിൻ, അതിന്റെ അറേഞ്ച്മെന്റ് ആണ്, ഷേപ്പ് അല്ല വ്യത്യാസം, അറേഞ്ച്മെന്റ് ആണ്. സോ അത് ചെയിൻസ് ആയിട്ട് ഒന്നൊന്നിന് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോക്കെ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കയാണ്. ഇങ്ങനെ ഒന്നൊന്നിന് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന കോക്കെ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കെ. നമുക്ക് എന്തായാലും നോക്കാം. അതായത് കോക്കയിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മോണോകോക്കെ. പേരിൽ തന്നെ ഉണ്ട്, മോണോ മീൻസ് സിംഗിൾ ആയിട്ട് ഒറ്റ ബാക്ടീരിയൽ സെല്ലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കോക്കയാണ് മൈക്രോകോക്കസ് ലൂട്ടിയസ് എന്ന് പറയും. മൈക്രോകോക്കസ് ലൂട്ടിയസ് നമുക്ക് മോണോകോക്കയിൽ പറയാം. പിന്നെ ഡിപ്ലോകോക്കെ, ഡിപ്ലോ എന്ന് പേരിൽ 2 കോക്കെ അല്ലെ, 2 കോക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നെയ്സേരിയ ഗോണോകോക്കയും
ഐ മീൻ നെയ്സേരിയ ഗൊണേറിയയും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും. നെയ്സേറിയ ഗൊണേറിയ അതായത് ഗോണോകോക്കിയും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഡിപ്ലോകോക്കിയാണ്. രണ്ട് കോക്കിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുമ്പോൾ കോക്കി അറേഞ്ച്ഡ് ഇൻ ചെയിൻ, ഇങ്ങനെ ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഇതെല്ലാം സ്ട്രെപ്റ്റോകോക്കി അല്ലെങ്കിൽ ചെയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റഫൈലോകോക്കി എന്ന് പറയുമ്പോൾ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ക്ലസ്റ്റർ ആയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റഫൈലോകോക്കി. സ്റ്റഫൈലോ, സ്റ്റാഫ് ഓറിയസ് ഒക്കെ നമുക്ക് അതിന് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അതും പേരിൽ തന്നെയുണ്ട്. ഇനി അടുത്തതാണ് ടെട്രാഡ്. ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 എണ്ണാണ്. ഇങ്ങനെ 4 എണ്ണായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് മൈക്രോകോക്കസ്. സോ 2 പ്ലെയിനിൽ ഡിവിഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ടെട്രാഡ് ആയിട്ട് വരുന്നത്. ഇനി സാർസിന. സാർസിന എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ഓഫ് 8 എണ്ണം പാക്കറ്റ് ഓഫ് 8 ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സാർസിന. സാർസിന ആണ്, ലൂട്ടിയാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക. പാക്കറ്റ് ഓഫ് 8 എന്നുള്ളത് ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കുക. 3 പ്ലെയിനിൽ ഡിവിഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് കേട്ടോ. സോ ഇപ്പൊ മോണോകോക്കി സിംഗിൾ ആണ്, ഡിപ്ലോകോക്കി 2 ആയിരിക്കും, സ്ട്രെപ്റ്റോകോക്കി ചെയിൻസിൽ, സ്റ്റഫൈലോകോക്കി ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ, ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 ആയിട്ട്, സാർസിന എന്ന് പറയുമ്പോൾ 8 എണ്ണായിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫേസ് ഇൻ ദി ബാക്ടീരിയൽ growth curve where the cell division comes to half due to depletion of nutrients and accumulation of toxic substances is option A log phase, option B phase of decline, option C lag phase, option D stationary phase. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവില് ഏത് ഫേസിലാണ് നമ്മുടെ സെൽ ഡിവിഷൻസ് ഹാഫ് ആയിട്ട് നമ്മളെ ന്യൂട്രിയൻസും കാര്യങ്ങളുടെയും ഡിപ്ലീഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസ്, വേസ്റ്റ് സബ്സ്റ്റൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റേഷനറി ഫേസ്. അപ്പൊ എന്താണ് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്? ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാക്ടീരിയനെ നമ്മളൊരു കൾച്ചർ മീഡിയയിൽ വളർത്തുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് തരുന്നതെന്ന് കാണിക്കുന്ന കർവാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ഗ്രോത്ത് കർവിനെ മെയിൻലി 4 സ്റ്റേജ് അല്ലെങ്കിൽ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഫേസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ലാഗ് ഫേസ്. ലാഗ് ഫേസ് എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ടു ദ എൻവയോൺമെന്റ്. നമ്മൾ കൾച്ചർ മീഡിയയിൽ വളർത്തുന്ന സമയത്ത് ആ ഒരു ഫേസിലേക്ക് അഡാപ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാഗ് ഫേസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഗ്രോത്ത് ഒന്നും സംഭവിക്കില്ല. അപ്പൊ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അവർക്ക് വേണ്ട എൻസൈംസും പ്രോട്ടീനും ഒക്കെ അവർ സിന്തസൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, അഡാപ്റ്റ് ചെയ്യാനുള്ള ഫേസ് ആണ്. എൻസൈംസും പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കും. ഇതിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയാ. നോക്കിക്കേ, ഇവിടെ ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല ഈ ഫേസിൽ. ഈ ഒരു ഫേസ് ആണ് ലാഗ് ഫേസ്, അഡാപ്റ്റേഷൻ ഫേസ്. രണ്ടാമത്തേതാണ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയാം. അപ്പോൾ അഡാപ്റ്റ് ഒക്കെ ചെയ്തു അവർക്ക് വേണ്ട എൻസൈംസും പ്രോട്ടീനും ഒക്കെ സിന്തസൈസ് ചെയ്ത് അടുത്ത സ്റ്റേജിൽ മാക്സിമം ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഫേസ് ആണ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയും. അപ്പോൾ പോപ്പുലേഷൻ ഡബിൾ ആയിട്ട് കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ ഡബിൾ ആയിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു ഫേസ് ആണ് ലോഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്. നോക്കിക്കേ, നന്നായിട്ട് ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണ് എന്ത്? ഈ എക്സ്പോണൻഷ്യൽ. ടൈം കൂടുന്നതിനനുസരിച്ച് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫേസ് ആണ് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്, ലോഗ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടും പഠിച്ചു വെക്കണേ, 2 പേരുകളും പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തേത് ദാറ്റ് ഈസ് സ്റ്റേഷനറി ഫേസ് അല്ലെ. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അപ്പോ നന്നായിട്ട് ഗ്രോത്ത് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ന്യൂട്രിയൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കൾച്ചർ മീഡിയയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് തീർന്നു പോകും. ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. അപ്പൊ ബാക്ടീരിയക്ക് പിന്നെ ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും? ന്യൂട്രിയൻസ് മെല്ലെ കുറയാൻ തുടങ്ങും. അതിന്റെ കൂടെ അവർ സെൽ മെറ്റബോളിസം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റും അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അപ്പൊ എന്താണ്? ന്യൂട്രിയൻസ് കുറഞ്ഞ് വേസ്റ്റ് കൂടുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഫേസിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് സെല്ല് ബാക്ടീരിയ ഡെഡ് ആവുന്നുണ്ട്. അപ്പൊ ഡെത്തും ഗ്രോത്തും ഈക്വൽ ആയിട്ട് നടക്കുന്ന ഫേസ് ആണ് എന്ത്? നമ്മളെ ഈ ഒരു സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ആന്റിബയോട്ടിക് ഒക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേഷനറി ഫേസിലായിരിക്കും ആന്റിബയോട്ടിക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. കാരണം എന്താ? അതിനനുസരിച്ച് ഡെത്ത് നടക്കുന്നതുകൊണ്ട് അവിടെ ഈക്വൽ ആയിരിക്കും. ഗ്രോത്ത് ആൻഡ് ഈക്വൽ ടു ഡെത്ത് എന്നുള്ള രീതിയിലായിരിക്കും.
അതാണ് സ്റ്റേഷനറി ഫേസ്. നമ്മൾ ക്വസ്റ്റ്യൻ ആ ഒരു ഫേസ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് ഫേസ് ഓഫ് ഡിക്ലൈൻ ഓർ ഡെത്ത് ഫേസ് എന്ന് പറയും. ഡെത്ത് ഫേസ് എന്ന് പറഞ്ഞാല് അവിടെ വേസ്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാണ്, ന്യൂട്രിയൻസ് കുറെ കുറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ അവര് ആ ഒരു എൻവയോൺമെന്റ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഒന്നും നടക്കില്ല, ഡെത്ത് കൂടുകയും ചെയ്യും. ആ ഒരു ഫേസിനെയാണ് ഫേസ് ഓഫ് ഡിക്ലൈൻ. അങ്ങ് ഗ്രോത്ത് ഒറ്റയടിക്ക് കുറഞ്ഞു വരുന്ന ഫേസ് ആണ്. പക്ഷേ ഈ ചില ബാക്ടീരിയാസ് എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ആണ് ഈ ഒരു ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ഹാർഷ് എൻവയോൺമെന്റിൽ ചിലർക്ക് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫേസിൽ എൻഡോസ്പോർസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ആണ് ഈ ഡെത്ത് ഫേസ്. ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്റ്റേഷനറി ഫേസിലായിരുന്നു. ഇവിടെ ഫേസ് ഓഫ് ഡെത്ത് ആണ്, ഗ്രോത്ത് നന്നായിട്ട് കുറയുന്ന ഫേസ് ആണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോറി, ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഏതൊക്കെ ഫേസസ് ആണ്, അതിൽ ഓരോന്നും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ബാക്ടീരിയ സെൽസ് ഇൻക്രീസ് ഇൻ ഓപ്ഷൻ എ സ്റ്റേഷനറി ഫേസ്, ഓപ്ഷൻ ബി ലോഗ് ഫേസ്, ഓപ്ഷൻ സി ഫേസ് ഓഫ് ഡിക്ലൈൻ, ഓപ്ഷൻ ഡി ലാഗ് ഫേസ്. ഏത് ഫേസിലായിരുന്നു സെല്ലിന്റെ നമ്പറും സൈസും ഒക്കെ കൂടുന്നത്? യെസ്, ലോഗ് ഫേസിൽ ഓർ എക്സ്പോണൻഷ്യൽ ഫേസിലായിരുന്നു സെൽ സൈസും നമ്പറും കൂടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, സൈക്രോഫിലിക് ബാക്ടീരിയ ബെസ്റ്റ് ഗ്രോ അറ്റ് ടെമ്പറേച്ചർ ഓപ്ഷൻ എ 55 to 80 degree Celsius, option B 37 degree Celsius, option C 25 to 40 degree Celsius, option D below 20 degree. അതായത് നമ്മൾ ബാക്ടീരിയാസ് അതിന് സൈക്രോഫിലിക് എന്ന് പറയുന്ന ബാക്ടീരിയ, സൈക്രോഫിലിക് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് അത് വളരുന്ന ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഈ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ സൈക്രോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് ബിലോ 20 ഡിഗ്രി സെൽഷ്യസിലാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്ടീരിയാസിനെ സൈക്രോഫൈൽസ്, സൈക്രോട്രോഫ്സ്, മീസോഫൈൽസ്, തെർമോഫൈൽസ്, ഹൈപ്പർ തെർമോഫൈൽസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ സൈക്രോഫൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസിന് താഴെ നല്ല തണുപ്പിൽ വളരുന്ന 50 ഡിഗ്രി സെൽഷ്യസിന് താഴെ വളരുന്നതിനെയാണ് നമ്മൾ സൈക്രോഫൈൽസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കത് വേറെ രീതിയിൽ 20ക്ക് താഴെ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. 20ക്ക് താഴെ വളരുന്നത് സൈക്രോഫൈൽസ് എന്ന രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പൊ സ്യൂഡോമോണസ് സിറിഞ്ചി അതൊരു പാത്തോജനിക് ആയിട്ടുള്ളതല്ല, റെയർലി പാത്തോജനിക് ആയിട്ടുള്ളതാണ് ഈ സൈക്രോഫൈലിൽ വരുന്നത്. ഇപ്പൊ സൈക്രോട്രോഫ് എന്ന് പറയുമ്പോൾ ഒരു 50 to 30 ഡിഗ്രി സെൽഷ്യസിൽ വളരുന്നതാണ് ഈ സൈക്രോട്രോഫ് എന്ന് പറയുന്നത്. ലിസ്റ്റീരിയ മോണോസൈറ്റോസിസ്. ചിലപ്പോൾ ചില ബുക്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് സൈക്രോഫൈൽസും മീസോഫൈൽസും തെർമോഫൈൽസും മാത്രമേ കാണുള്ളൂ. ഈ സൈക്രോട്രോഫ് എന്നുള്ള ഒരു കാറ്റഗറി വരില്ല. എങ്ങനെ ഒരു 20ക്ക് താഴെ സൈക്രോഫൈൽസും ഒരു 25 to 45 വരെ മീസോഫൈൽസ് എന്നുള്ള രീതിയിലായിരിക്കും കാണും. അങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. പിന്നെ മീസോഫൈൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻ ടെമ്പറേച്ചർ എന്ന് പറയും, ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ വളരുന്നത്, അതായത് മോസ്റ്റ് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ഈ ഒരു മീസോഫൈൽസ് അല്ലെങ്കിൽ മീസോഫിലിക് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് വളരുന്നത്. അതൊരു 25 to 30, 45 ഡിഗ്രി സെൽഷ്യസിൽ വളരുന്നത്. ഇപ്പൊ ഈക്കോളെ, സ്റ്റാഫ്, സാൽമോണെല്ല, TB ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ മീസോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുകയാണ് മോസ്റ്റ് പാത്തോളജിക് ആയിട്ടുള്ള ബാക്ടീരിയ വളരുന്ന ടെമ്പറേച്ചർ ഏതാന്ന് ചോദിച്ചാൽ മീസോഫിലിക് ആണ്. പിന്നെ തെർമോഫിലിക് പേരിൽ തന്നെ ഉണ്ട്, ടെമ്പറേച്ചർ കൂടി ഒരു 45 to 70 ഒക്കെ വരെ വളരുന്നത്. ഇപ്പൊ ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിന്റെ ചില സ്ട്രെയിൻസുകൾ തെർമോഫൈൽസ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു 45 to 70 വരെയൊക്കെ വരുന്നത് തെർമോഫൈൽസ് ആണ്. ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ കൂടും, തെർമോഫൈലിനെക്കാളും ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി, അത്രയും നമ്മൾ തിളപ്പിച്ചാൽ പോലും കില്ലാവാത്ത ബാക്ടീരിയാസ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ഓട്ടോക്ലേവിലൊക്കെ കൊടുക്കുന്ന ഓട്ടോക്ലേവിലൊക്കെ നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബാക്ടീരിയാസ് ഉണ്ടാവും അല്ലെ, ബാസിലസ്, ടിയോ, തെർമോഫിലസ്, അങ്ങനത്തെ ബാക്ടീരിയാസ് ഇപ്പൊ അത്രയും ടെമ്പറേച്ചർ എത്തിയാൽ മാത്രം അത് കില്ലാവുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈപ്പർ തെർമോഫൈൽസിൽ കാറ്റഗറിയിൽ പറയാം. ഓക്കെ, സ്റ്റിയോ, തെർമോഫിലസ് ഒക്കെ. സോ അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനില് ടെമ്പറേച്ചറിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. അതായിരുന്നു
നമ്മൾ സൈക്രോഫൈൽസ്, മീസോഫൈല്, തെർമോഫൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലാണ്ട് നമ്മൾ ബാക്ടീരിയനെ അതിനെ ഡിഫറെന്റ് ഫാക്ടേഴ്സിന്റെ ബേസിൽ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ടൈപ്പ് ക്ലാസിഫിക്കേഷനും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ, അതിന്റെ കാർബൺ സോഴ്സിന്റെ ബേസിൽ, അതായത് ആ ബാക്ടീരിയക്ക് വേണ്ട കാർബൺ സോഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ ആ ബാക്ടീരിയനെ ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. ഈ കാർബൺ സോഴ്സ് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഓട്ടോട്രോപ്സ്. യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ കാർബൺ സോഴ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓട്ടോട്രോപ്സ് എന്ന് പറയും. സയനോ ബാക്ടീരിയ ഒരു ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, കാർബൺ സോഴ്സിന് വേണ്ടി ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹെറ്ററോട്രോപ്സ്. ഈക്കോളി ഒക്കെ എന്താണ്? ഹെറ്ററോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ എനർജി സോഴ്സിന്റെ ബേസിൽ, അപ്പോ എനർജി, അവരെ എനർജിക്ക് എന്താണോ യൂസ് ചെയ്യുന്നത്, അപ്പൊ ലൈറ്റ് ആണ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫോട്ടോട്രോപ്സ് എന്ന് പറയാം. എന്നാൽ എനർജിക്ക് കെമിക്കൽ മോളിക്യൂൾസ് ആണ്, കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കീമോട്രോപ്സ് എന്ന് പറയാം. അപ്പോ റോഡോബാക്ടർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോട്രോപ്സ് ആണ്, പക്ഷേ നൈട്രോസോമോണാസ് ഒരു കീമോട്രോപ്സ് ആണ്. അതായത് ലൈറ്റ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഫോട്ടോട്രോപ്സ് എന്നും കെമിക്കൽസ് കോമ്പൗണ്ട് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കീമോട്രോപ്സ്. ചിലപ്പോൾ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാം, അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ ഇലക്ട്രോൺ സോഴ്സിന്റെ ബേസിൽ നമുക്ക് ലിത്തോട്രോപ്സ് എന്നും ഓർഗാനോട്രോപ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ലിത്തോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ലിത്തോട്രോപ്സ് എന്ന് പറയാം. എന്നാൽ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഓർഗാനിക് മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഗാനോട്രോപ്സ് എന്ന് പറയാം. അപ്പോ തിയോബാസിലസ് എന്ന് പറയുന്നത് ഒരു ലിത്തോട്രോപ്സ് ആണ്. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനോട്രോപ്സും ആണ്. ഇനി മോയിസ്ചറിന്റെ ബേസിൽ ഹൈ മോയിസ്ചർ ആവശ്യമില്ല. അപ്പൊ അധിക ബാക്ടീരിയക്കും ഹൈ മോയിസ്ചർ എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമായിട്ടുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈക്കോളി, സ്യൂഡോമോണാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഹൈ മോയിസ്ചറിൽ, നമ്മൾ മോയിസ്ചർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് അവരുടെ ഗ്രോത്ത് കൂടാണ് ചെയ്യുന്നത്. എന്നാൽ ലോ മോയിസ്ചറിൽ നിൽക്കാൻ പറ്റുന്ന ബാക്ടീരിയാസും ഉണ്ട്. അതായത് ചില ബാക്ടീരിയാസ് മോയിസ്ചർ കുറവാണ്, ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലും എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് ലിവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബാക്ടീരിയയാണ് നമ്മളിപ്പോ ബാസിലസ്, ക്ലോസ്ട്രീഡിയം, കോക്സിയല്ല ബർണറ്റി, ഇതൊക്കെയുള്ള സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. സോ അവർക്ക് ഡ്രൈ ആയിട്ടുള്ള മോയിസ്ചർ കുറഞ്ഞ കണ്ടീഷൻസിലും ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആണ്. പിന്നെ pH റിക്വയർമെന്റിന്റെ ബേസിൽ അസിഡോഫിലിക് ആയിട്ടുള്ളത്, അതായത് നമ്മൾ pH എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, 7 താഴെ ആസിഡിക് pH ആണ്. അപ്പൊ ആ ഒരു ആസിഡിക് pHലും നിൽക്കാൻ പറ്റുന്ന ബാക്ടീരിയ, അപ്പൊ നമ്മൾ ലാക്ടോബാസിലസ്, അസിഡോഫിലസ്, ഈ ലാക്ടോബാസിലസ്, അസിഡോഫിലസ് എന്ന് പറയുന്ന ആസിഡ് ആയിട്ടുള്ള pHൽ നിൽക്കാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്. ന്യൂട്രോഫിലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്കോളയൊക്കെ, നമ്മൾ പാത്തോജനിക് അധിക ബാക്ടീരിയാസും ന്യൂട്രൽ pHലായിട്ട്, അല്ലെങ്കിൽ ഒരു 6 to 8 pH, അത് നമ്മൾ ഹ്യൂമൻ ടെമ്പറേച്ചറിന്റെ ബ്ലഡ് pH ഒരു 7.4 ആണ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ന്യൂട്രോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. പിന്നെ ആൽക്കലോഫിലിക് എന്ന് പറയുമ്പോൾ ഹൈ ആൽക്കലൈൻ കണ്ടീഷനിൽ ഒരു ഗ്രേറ്റർ ദാൻ 8, ഇപ്പോ 7 മുകളിലേക്ക് 8 മുകളിലേക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ആ ഒരു pHൽ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആൽക്കലോഫിലിക് ആയിട്ടുള്ളതാണ്. ഇപ്പൊ വിബ്രിയോ, അത് ഓർത്ത് വെക്കണേ, വിബ്രിയോ ഒരു ആൽക്കലോഫിലിക് ആയിട്ട്. അപ്പൊ ലാക്ടോബാസിലോ ഒരു ആസിഡോഫിലിക് ആണ്, വിബ്രിയോ ഒരു ആൽക്കലോഫിലിക് ആണ്. ഇപ്പൊ ഈക്കോളി ഒക്കെ വരുമ്പോൾ അതൊരു ന്യൂട്രോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അപ്പൊ അതിന്റെ അസിഡിക് ആയിട്ടുള്ള മീൻസ് അതിന്റെ pH ഏത് pH ആണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി അടുത്തതാണ് ലൈറ്റിന്റെ റിക്വയർമെന്റ്സിന്റെ ബേസിൽ. സോ ലൈറ്റിന്റെ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ലൈറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ. ഇപ്പൊ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഫോട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. നോൺ ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആവശ്യമില്ലാതെ, ഇപ്പൊ ഈ കോളെ എടുക്കുകയാണെങ്കിൽ അത് നോൺ ഫോട്ടോട്രോഫിക് ആണ്, ലൈറ്റ് വേണ്ട. അതുപോലെ UV സെൻസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഈ UV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കില്ല. അപ്പൊ ഈ കോളനെയൊക്കെ നമുക്ക് എക്സസീവ് സൺലൈറ്റിൽ വെച്ചാൽ തന്നെ അത് കില്ലാവും. ഇപ്പൊ UV സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ കോളെ എന്ന് പറയാം. സോ അതിലെ ലൈറ്റിന്റെ റിക്വയർമെന്റ്സിന്റെ ബേസിലാണ് നമ്മൾ അവിടെ ഫോട്ടോട്രോഫിക് ആൻഡ് നോൺ ഫോട്ടോട്രോഫിക് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഓക്സിജൻ റിക്വയർമെന്റ്സ്. ഓക്സിജന്റെ റിക്വയർമെന്റ് ബേസിൽ നമുക്ക് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഒബ്ലിഗേറ്റ് എയറോബ്. ആദ്യം നമുക്ക് എയറോബ് ആൻഡ് അനേറോബ് എന്താ? എയറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ എയറോബ് എന്ന് പറയുന്നത്.
അനൈറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമില്ലാത്തതിനെയാണ് നമ്മൾ എനോറോബ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഒബ്ലിഗേറ്റ് എയറോബ് ഉണ്ട്. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒബ്ലിഗേറ്റ് നിർബന്ധമായാലും ഓക്സിജൻ വേണ്ട ആൾക്കാർ. അപ്പോൾ ഒബ്ലിഗേറ്റ് എനറോബ് ആണ് ഒരു മൈക്കോബാക്ടീരിയം ടി ബി എന്ന് പറയുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് എനറോബ്, ഓക്സിജൻ പ്രസൻസ് എന്തായാലും വേണം. ഒബ്ലിഗേറ്റ് എയറോബ് ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഒബ്ലിഗേറ്റ് എനേറോബ് ആണ് ആര്? യെസ്, അതായത് ഓക്സിജൻ ഉണ്ടാവാനേ പാടില്ല, തീരെ ഓക്സിജൻ പാടില്ല. ഓക്സിജൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡൈ ആവുന്ന ആൾക്കാരുണ്ടാവും. തീരെ ഓക്സിജൻ ഉണ്ടാവാൻ പാടില്ലാത്തവരാണ് ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം, ക്ലോസ്ട്രീഡിയം സ്പീഷീസ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് എനേറോബ് ആണ്. ഓക്കെ, ഫാക്കൾട്ടേറ്റീവ് എനേറോബ്. ഫാക്കൾട്ടേറ്റീവ് എനേറോബ് എന്ന് പറഞ്ഞാൽ വിത്ത് ഓർ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടാവും. കാരണം ഓക്സിജൻ തീരെ ഇല്ലെങ്കിലും അവർക്ക് വളരാൻ പറ്റും, എന്നാൽ ഓക്സിജൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ലാത്ത ആളാണ് ഫാക്കൾട്ടേറ്റീവ് എനറോബ്. ഈക്കോളയൊക്കെ നമുക്ക് ഈ ഫാക്കൾട്ടേറ്റീവ് എനറോബിൽ വരുന്ന ആൾക്കാരാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരും, പ്രശ്നമൊന്നുമില്ല. മൈക്രോ എയറോഫിലിക് എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരുന്ന പറയുന്നില്ല, കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ അവിടെ വേണം. ഇപ്പൊ ഹെലിക്കോബാക്ടർ പൈലോറി നമ്മളെ സ്റ്റൊമക്കിൽ മെയിൻലി വരുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് അല്ലെ, ഹെലിക്കോബാക്ടറിന്റെ ഇൻഫെക്ഷൻസ്. സോ അത് മൈക്രോ എയറോഫിലിക്, കുറച്ച് പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്തായാലും ആവശ്യമാണ്. പിന്നെ അടുത്തതാണ് എയറോ ടോളറന്റ് എനേറോബ് എന്ന് പറയുന്നത്. അതായത് ഡു നോട്ട് യൂസ് ഓക്സിജൻ ബട്ട് ടോളറേറ്റ് ഇറ്റ്. കാരണം ഓക്സിജൻ അവിടെ അവർ യൂസ് ചെയ്യുന്നില്ല ശരിക്കും, പക്ഷെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർക്ക് വളരാൻ പറ്റും, പക്ഷെ ആ ഒരു ഓക്സിജൻ അവർ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാല് ഓക്സിജൻ എന്തായാലും നിർബന്ധമാണ്. ദാറ്റ് ഈസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഒബ്ലിഗേറ്റ് എനറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടാവാനേ പാടില്ല, ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. ഫാക്കൾട്ടേറ്റീവ് എനറോബ് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവള് വരണം, കുഴപ്പമൊന്നുമില്ല, ഈക്വള്. മൈക്രോ എയറോഫിലിക് എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം, ദാറ്റ് ഈസ് ഹെലിക്കോബാക്ടർ പൈലോറി. എയറോ ടോളറന്റ് എനേറോബ് എന്ന് പറഞ്ഞാല് അവർക്ക് ഓക്സിജന്റെ ആവശ്യമില്ല, പക്ഷെ ഓക്സിജൻ ഉണ്ടെങ്കിലും അവര് വളരും, ദാറ്റ് ഈസ് ലാക്ടോബാസിലസ്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആളാണ് നമ്മളെ ടെമ്പറേച്ചർ റിക്വയർമെന്റിന്റെ ബേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈക്രോഫൈൽസ് ഒരു 0 to 15 അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് വളരുന്നതിനെ സൈക്രോഫൈൽസ് എന്ന് പറയും. ഒരു 20 to 45 വരെ ടെമ്പറേച്ചർ വളരുന്നവരെ നമ്മൾ മീസോഫൈൽസ് എന്ന് പറയും. ഒരു 45 to 80 ടെമ്പറേച്ചർ വളരുന്നവരെ തെർമോഫൈൽസ് എന്ന് പറയും. ഒരു ഗ്രേറ്റർ ദാൻ 80 ഒക്കെ ടെമ്പറേച്ചർ വളരുന്നവരെ നമ്മൾ ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയും. സോ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ ആണ്. അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കി എന്താണ് ലൈറ്റിന്റെ പ്രസൻസിലുള്ളതിനെ, അതിന്റെ ഓക്സിജന്റെ റിക്വയർമെന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ pH റിക്വയർമെന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, മോയ്സ്ചർ റിക്വയർമെന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോളിഡ് മീഡിയം കണ്ടെയ്നിങ് inhibiting substances that suppress the growth of unwanted bacteria and enable the growth of required bacteria is called option A enrichment media, option B selective media, option C enriched media, option D differential media. അതായത് സോളിഡ് മീഡിയ ആണ് ആവശ്യമില്ലാത്ത ബാക്ടീരിയന്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്തിട്ട് ആവശ്യമുള്ള ബാക്ടീരിയനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീഡിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെലക്റ്റീവ് മീഡിയ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഓരോന്ന് നോക്കാം. അതായത് കൾച്ചർ മീഡിയ, ബാക്ടീരിയനെ നമ്മൾ ഗ്രോ ചെയ്യുന്നത് കൾച്ചർ മീഡിയയിലാണ് അല്ലെ. അപ്പം എല്ലാ ടൈപ്പ് ബാക്ടീരിയയും എല്ലാ മീഡിയയിലും വളരുമെന്ന് ചോദിച്ചാൽ വളരില്ല. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീഡിയാസ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓരോന്നിന്റെ ബേസ് ചെയ്തിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ആ ഒരു മീഡിയ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ലിക്വിഡ് മീഡിയ, സോളിഡ് മീഡിയ, അതുപോലെ തന്നെ സെമി സോളിഡ് മീഡിയ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലിക്വിഡ് മീഡിയ അല്ലെങ്കിൽ ബ്രോത്ത് എന്ന് പറയാം കേട്ടോ. കാരണം ലിക്വിഡ് ആയിട്ട് കിടക്കുന്ന മീഡിയം, അതിൽ സോളിഡിഫൈങ് ഏജൻസും അഗാറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് എങ്ങനെയായിരിക്കും അതില് ജസ്റ്റ് ഒരു വെള്ളം പോലെ വാട്ടർ ലൈക്ക് ലിക്വിഡ് ലൈക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഈ ലിക്വിഡ് മീഡിയയിൽ വരുന്നത്. സോ നമുക്ക്
ലാർജ് നമ്പർ ഓഫ് ബാക്ടീരിയ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിക്വിഡ് മീഡിയാസ് യൂസ് ചെയ്യാം. സോളിഡിഫൈ ഏജൻസ് ഒന്നുമില്ല. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിക്വിഡ് മീഡിയയില് അല്ലെങ്കിൽ ബ്രോത്തിലെ അഗാറിന്റെ കോൺസെൻട്രേഷൻ എത്ര ആണുള്ളത്. ബ്രോത്തിൽ അഗാറിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 0%. അഗാറെ അതിൽ ആഡ് ചെയ്യുന്നില്ല. ചിലപ്പോ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ന്യൂട്രിയന്റ് ബ്രോത്തിന്റെ പേരുകൾ ന്യൂട്രിയന്റ് ബ്രോത്ത്, അതേപോലെ തന്നെ നമുക്ക് ബ്രോത്ത് എന്നുള്ള പേരുള്ളത് എന്തും എന്തായിട്ട് പറയാം, ലിക്വിഡ് പെപ്റ്റോൺ വാട്ടർ, ഇതെല്ലാം ലിക്വിഡ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തേത് സോളിഡ് മീഡിയം. കാരണം അതിൽ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് അഗാർ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ കോളനി കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അതായിരിക്കും സോളിഡ് മീഡിയന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആഡ് ചെയ്ത കോൺസെൻട്രേഷൻ ഓഫ് അഗാർ എന്ന് പറയുന്നത് അതും ചോദിക്കാം 1.5 to 2%. ഏകദേശം ഒരു 1.5 to 2% ഓഫ് അഗാർ ആണ് നമ്മൾ സോളിഡ് മീഡിയയിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂട്രിയന്റ് അഗാർ, ബ്ലഡ് അഗാർ, എന്താണ് എല്ലാം, മെക്കോങ്കി അഗാർ, ഇതെല്ലാം നമ്മൾ സാധാരണ ലാബിൽ യൂസ് ചെയ്യുന്ന സോളിഡ് മീഡിയ ആണ്. അഗാർ ഇത്ര പെർസെന്റേജിൽ ആഡ് ചെയ്ത എല്ലാ മീഡിയനെ നമുക്ക് സോളിഡ് മീഡിയ എന്ന് പറയാം. സെമി സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ ലിക്വിഡ് അല്ല എന്നാൽ സോളിഡും അല്ല. കാരണം അഗാർ ആഡ് ചെയ്തിട്ട് ചെറിയ എമൗണ്ട്, ഏകദേശം ഒരു 0.5%ഓളം അഗാറെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മൾ സെമി സോളിഡ് മീഡിയ. കാരണം അത് നമ്മൾ മോട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആ ഒരു സെമി സോളിഡ് മീഡിയയിലേക്ക് നമ്മൾ ഈ ഒരു മീഡിയനെ നമ്മൾ കൾച്ചറിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ അത് മൂവ് ചെയ്യുന്ന ബാക്ടീരിയ മോട്ടിലിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ആ ഒരു സെമി സോളിഡ് മീഡിയത്തിലൂടെ അത് മൂവ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാണാൻ പറ്റും. അതിനാണ് ഒരു മോട്ടിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെമി സോളിഡ് മീഡിയം, മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം, സൾഫൈഡ് ഇൻഡോൾ മോട്ടിലിറ്റി മീഡിയം, ഇതൊക്കെ നമുക്ക് ഈ ഒരു സെമി സോളിഡ് മീഡിയയിലേക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് മറ്റൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്, അതിന്റെ കോമ്പോസിഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. സിന്തറ്റിക് മീഡിയം, കോംപ്ലക്സ് മീഡിയം. സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയാം. കാരണം ഒരു മീഡിയയിൽ ആഡ് ചെയ്യുന്ന കോമ്പോസിഷൻ എക്സാക്ട് നമുക്കറിയാം. നമ്മൾ സാധാരണ എല്ലാം മെഷർ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിലും ആ മെഷർ ചെയ്യുന്നതിലും വരുന്നതിന്റെ കോമ്പോസിഷൻ കൃത്യമായിട്ട് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മീറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീറ്റ് എക്സ്ട്രാക്റ്റിലുള്ള ഓരോ കോമ്പണന്റിന്റെ കോമ്പോസിഷനും കൃത്യമായിട്ട് നോൺ ആയിട്ടുള്ള മീഡിയ ആണ്, അറിയുന്ന മീഡിയ ആണ് ഡിഫൈൻഡ് ഓർ സിന്തറ്റിക് മീഡിയ എന്ന് പറയാം. ഇപ്പൊ മിനിമൽ മീഡിയ ആണ് നമുക്ക് ഡിഫൈൻഡ് ഓർ സിന്തറ്റിക് മീഡിയ ആയിട്ട് വരുന്നത്. ഇനി കോംപ്ലക്സ് ഓർ അൺഡിഫൈൻഡ് മീഡിയ. കോംപ്ലക്സ് മീഡിയ ആണ് നമുക്ക് അതിൽ എന്താണ് എക്സ്ട്രാ പെപ്റ്റോണും ഈസ്റ്റ് എക്സ്ട്രാക്റ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ കോമ്പോസിഷൻ കൃത്യമായിട്ട് അതിൽ വരുന്ന ഓരോ അമിനോ ആസിഡ് എത്രയാണ് അങ്ങനെ അറിയാത്തതിനെയാണ് നമ്മൾ കോംപ്ലക്സ് മീഡിയ. ഇപ്പൊ ന്യൂട്രിയന്റ് അഗാർ ഒക്കെ നമ്മൾ ഒരു കോംപ്ലക്സ് മീഡിയക്കാണ് എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബേസ്ഡ് ഓൺ പർപ്പസ് ഓർ ഫംഗ്ഷന്റെ ബേസിൽ ജനറൽ പർപ്പസ് ഓർ ബേസൽ മീഡിയ എന്ന് പറയും. ജനറൽ പർപ്പസ് മീഡിയ ഓർ ബേസൽ മീഡിയ. ജസ്റ്റ് അവർക്ക് ആ ഒരു ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മീഡിയ ആണ് ഈ ബേസൽ മീഡിയ. അപ്പൊ നമ്മൾ ന്യൂട്രിയന്റ് അഗാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ആവശ്യമുള്ള എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒന്നുമില്ല, പക്ഷെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങൾക്കും അത്യാവശ്യം എല്ലാ ബാക്ടീരിയക്കും ഗ്രോ ചെയ്യാൻ പറ്റുന്ന മീഡിയ ആണ് ഈ ന്യൂട്രിയന്റ് അഗാർ എന്ന് പറയാം. അങ്ങനെയുള്ള മീഡിയനെ നമുക്ക് ബേസൽ മീഡിയ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് മീഡിയ എന്ന് പറയാം. എന്നാൽ ചില ബാക്ടീരിയാസിന്, ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയാസിന് ഈ ന്യൂട്രിയന്റ് അഗാറിലുള്ള ന്യൂട്രിയൻസ് പോരാ. അവർക്ക് എക്സ്ട്രാ ന്യൂട്രിയൻസും കാര്യങ്ങളും വേണ്ടി വരും അവർക്ക് അവരുടെ കോളനി ഫോം ചെയ്യണമെങ്കിൽ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻറിച്ച്ഡ് മീഡിയ. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ അഡീഷണൽ ന്യൂട്രിയൻസ് ഫോർ ഫസ്റ്റീരിയസ് ബാക്ടീരിയ. രണ്ട് രീതിയിൽ ചോദിക്കാം. എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത മീഡിയ ഏതാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റീരിയസ് ബാക്ടീരിയക്ക് നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഏത് മീഡിയയിലാണെന്ന് ചോദിക്കാം. എങ്ങനെയായാലും അഡീഷണൽ ആയിട്ട് ഫസ്റ്റീരിയസ് ബാക്ടീരിയക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള മീഡിയാസ് എൻറിച്ച്ഡ് മീഡിയ. ഇപ്പൊ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ. ഇപ്പൊ നമ്മൾ ബ്ലഡ് അഗാറിലേക്ക് ബ്ലഡ് ഒരു അഡീഷണൽ ന്യൂട്രിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് അഗാറിലേക്കാണെങ്കിലും ബ്ലഡ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതെല്ലാം എൻറിച്ച്ഡ് മീഡിയാസ്. ഇപ്പൊ ഹിമോഫിലസിന് അങ്ങനെയുള്ളവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീഡിയാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതൊരു എൻറിച്ച്ഡ് മീഡിയാസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻറിച്ച്മെന്റ് മീഡിയ. ഈ എൻറിച്ച്മെന്റ് മീഡിയ നോക്കുന്നതിന് മുന്നേ എന്താണ് സെലക്റ്റീവ് മീഡിയ എന്ന് നോക്കാം. സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ. അതൊരു സോളിഡ് മീഡിയ ആണ്. ദാറ്റ് നമുക്കിപ്പോ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇപ്പോ നമ്മൾ സ്റ്റൂൾ കൾച്ചർ എടുക്കുകയാണ്. സ്റ്റൂൾ കൾച്ചർ എടുക്കുന്ന സമയത്ത് ഓൾറെഡി അതിൽ ആവശ്യമില്ലാത്ത, അതായത് നോർമൽ ഫ്ലോറ ആയിട്ടുള്ള കുറേ ബാക്ടീരിയാസ് ഉണ്ട്. സോ അപ്പൊ നമ്മൾ അതിനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ കയറി വളരും. അപ്പൊ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ ഓൾറെഡി നമുക്ക് നോർമൽ ഫ്ലോറ ആയിട്ട് വരുന്ന ബാക്ടീരിയ, അതായത് നമ്മൾ ആവശ്യമില്ലാത്ത ബാക്ടീരിയന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ആവശ്യമില്ലാത്ത ബാക്ടീരിയന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, പാത്തോജനിക് ആയിട്ടുള്ള ആവശ്യമുള്ള ബാക്ടീരിയന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോളിഡ് മീഡിയാസ് ആണ് ഈ സെലക്ടീവ് മീഡിയ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻഹിബിറ്റ് അൺവാണ്ടഡ് മൈക്രോബ്സ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക് ബാക്ടീരിയ. അപ്പോൾ മെക്കോങ്കി അഗാർ എന്ന് പറയുന്നത് ഒരു ലോ സെലക്ടീവ് മീഡിയ ആണ്. സോ അവിടെ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ ഗ്രോത്തിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ മെക്കോങ്കി ഒരു ലോ സെലക്ടീവ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പൊ മാനിറ്റോൾ സാൾട്ട് അഗാർ അത് സ്റ്റാഫിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സാഫിനെ യൂസ് ചെയ്യുന്ന സ്റ്റഫൈലോകോക്കസിനെ യൂസ് ചെയ്യുന്ന ഒരു സെലക്ടീവ് മീഡിയ ആണ്. ഒരു ബാക്ടീരിയന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ആവശ്യമില്ലാത്തതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോളിഡ് മീഡിയ ആണ് സെലക്ടീവ് മീഡിയ. ഇതേ പർപ്പസ് തന്നെ ചെയ്യുന്ന ലിക്വിഡ് മീഡിയ ആണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത് എൻറിച്ച് ചെയ്തു, സോളിഡ് മീഡിയയിലേക്ക് അഡീഷണൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്തു. എന്നാൽ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത് ലിക്വിഡ് സെലക്ടീവ് മീഡിയ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. എൻറിച്ച്മെന്റ് മീഡിയ മീൻസ് ലിക്വിഡ് സെലക്ടീവ് മീഡിയ. സെലക്ടീവ് മീഡിയ എന്നെയാണ് എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് സ്പെസിഫിക് ബാക്ടീരിയ, സപ്രസിംഗ് ദ അതേഴ്സ്, ബട്ട് ഇൻ ലിക്വിഡ് ഫോംസിലായിരിക്കും. ഇപ്പൊ സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുമ്പോൾ സാൽമോണല്ല വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് മീഡിയ ആണ്, ലിക്വിഡ് എൻറിച്ച്മെന്റ് മീഡിയ ആണ് സെലനേറ്റ് എഫ് ബ്രോത്ത്. ഇപ്പൊ വിബ്രിയോക്ക് യൂസ് ചെയ്യുന്ന ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആണ് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്, എൻറിച്ച്മെന്റ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് മീഡിയ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മീഡിയ. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു ബയോകെമിക്കൽ റിയാക്ഷന്റെ ബേസിൽ ഒരു ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാക്ടോസ് ഫെർമെന്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടാവും, ലാക്ടോസ് ഫെർമെന്റ് ചെയ്യാത്ത ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കൾച്ചർ മീഡിയയിൽ വളർത്തുന്ന സമയത്ത് ലാക്ടോസ് ഫെർമെന്റ് ചെയ്യുന്നത് ഒരു കളറിലും ലാക്ടോസ് ഫെർമെന്റ് ചെയ്യാത്ത വേറൊരു കളറിലും കാണും. അങ്ങനെയുള്ള മീഡിയാസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ. കാരണം അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് ആ ഒരു മീഡിയയിൽ നോക്കി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റർ മീഡിയ എന്നും കൂടി പറയാം. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റർ മീഡിയ എന്നും കൂടി വേണേൽ പറയാം. അപ്പോ ഇപ്പൊ മെക്കോങ്കി അഗാർ എടുക്കാണ്. മെക്കോങ്കി അഗാറിൽ ലാക്ടോസ് ഫെർമെന്റേഴ്സ് പിങ്ക് കളർ കോളനിയും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് നമുക്ക് യെല്ലോ കളർ കോളനീസും തരുന്നുണ്ട്. സോ ഇതൊരു ഡിഫറൻഷ്യൽ മീഡിയ ആണ് ആൻഡ് ഓൾസോ ആൻ ഇൻഡിക്കേറ്റർ മീഡിയ. കാരണം എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ മീഡിയ എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ട് മീഡിയ. ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറസിനെ ബാക്ടീരിയനെ കൾച്ചർ ചെയ്ത് അതിന്റെ കോളനി മോർഫോളജി ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല. നമുക്കിപ്പോൾ ലാബിൽ നിന്ന് നമ്മൾ ആ ബാക്ടീരിയനെ എടുത്ത് നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള ലാബിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ലാബിലേക്ക് എത്തുന്നവരെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാക്ടീരിയന്റെ വയബിലിറ്റി എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ആ ബാക്ടീരിയ ചത്തുപോകാണ്ടിരിക്കാൻ നമുക്കൊരു മീഡിയയിൽ ഇട്ട് വെക്കണം. ആ ട്രാൻസ്പോർട്ടിംഗ് പർപ്പസസിന് നമ്മൾ ഒരു മീഡിയ യൂസ് ചെയ്യും. അതാണ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോർഡ് മീഡിയ, അമീസ് മീഡിയ, ഇതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഈ മീഡിയ നമ്മൾ വേറെ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി അടുത്തതാണ് അണേറോബിക് മീഡിയ. അണേറോബിക് മീഡിയ എന്ന് പറയുമ്പോൾ അണേറോബിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസ്, റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം, തയോഗ്ലൈക്കലേറ്റ് ഗ്രോത്ത്, ഇത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് അണേറോബിന്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്ന മീഡിയ അണേറോബിക് മീഡിയ. ഓക്കെ, അസേ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഇല്ല, ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി അസേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയ ആണ് അസേ മീഡിയ. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി നമ്മൾ ഏത് മീഡിയ ആണ് യൂസ് ചെയ്യാറുള്ളത്? യെസ്, മുള്ളൻ, ഹിൻഡൻ, അഗാർ, MHA ആണ് നമ്മളെ ആന്റിബയോട്ടിക് സെൻസിറ്റീവ്. സോ അതൊരു അസേ മീഡിയക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ
ഇതാണ് നമ്മൾ ഈ ഒരു മീഡിയ ബേസ്ഡ്. ഇവിടെ ഞാൻ കൂടുതൽ എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തതല്ല, പകരം ഓരോ മീഡിയയും എന്താണെന്നുള്ളത് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്നാണ് ഉദ്ദേശിച്ചത്. അതിന്റെ 1-2 എക്സാമ്പിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ മീഡിയ, കുറേ അധികം മീഡിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മീഡിയ ബേസ്ഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണ് സെലക്ടീവ് മീഡിയ, എന്താണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യില്ല. ജസ്റ്റ് ഓരോ മീഡിയയും ഏത് പർപ്പസസിനാണ് യൂസ് ചെയ്യാന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്പോർട്ട് മീഡിയ യൂസ്ഡ് ഫോർ ഗോണോകോക്കെ. ഹിസ് സെറം ഷുഗർ മീഡിയ. ഓപ്ഷൻ ബി ടെട്രാതയോണേറ്റ് ബ്രോത്ത്, ഓപ്ഷൻ സി സെലനേറ്റ് ഓഫ് ബ്രോത്ത്, ഓപ്ഷൻ ഡി സ്റ്റോർഡ് മീഡിയം. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, സ്റ്റോർഡ് മീഡിയം. നമ്മൾ ഗോണോകോക്കെ, നെയ്സേറിയ, ഗൊണേറിയയൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മീഡിയ ആണ് ഈ ഒരു സ്റ്റോർഡ് മീഡിയം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് പർപ്പസസിന് വേണ്ടി ലാബിലേക്ക് എത്തുന്നവരെ ആ ഒരു ബാക്ടീരിയന്റെ വയബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് ട്രാൻസ്പോർട്ട് മീഡിയ. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മീഡിയ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റോർഡ് ട്രാൻസ്പോർട്ട് മീഡിയം. സ്റ്റോർഡ് ട്രാൻസ്പോർട്ട് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് അധികവും ഈ നെയ്സേറിയ ഗൊണേറിയക്കൊക്കെയാണ് യൂസ്. ഫസ്റ്റീരിയസ് ബാക്ടീരിയ ആയിട്ടുള്ള നെയ്സേറിയ ഗൊണേറിയക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അമീസ് ട്രാൻസ്പോർട്ട് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നെയ്സേറിയ ഗൊണേറിയക്ക് യൂസ് ചെയ്യുന്ന 2 മീഡിയ ആണ് അമീസും സ്റ്റോർഡ് ട്രാൻസ്പോർട്ട് മീഡിയം. ഈ അമീസ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് സ്റ്റോർഡ് ട്രാൻസ്പോർട്ട് മീഡിയ ആണ് കേട്ടോ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ നമ്മൾ മറന്നു പോകില്ല. കാരണം അതിലേക്ക് നമ്മളെ ടോക്സിക് സബ്സ്റ്റൻസസിനെ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ചാർക്കോൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ മോഡിഫൈഡ് സ്റ്റോർഡ് മീഡിയം ആണ് അമീസ് മീഡിയം. അതും ഓർത്ത് വെക്കുക. സ്റ്റോർഡ് ആൻഡ് അമീസ് എന്ന് പഠിച്ചു വെക്കുക. മോഡിഫൈഡ് സ്റ്റോർഡ് ആണ് അമീസ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരി ബ്ലെയർ മീഡിയം. ക്യാരി ബ്ലെയർ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്ന എൻട്രിക് ആയിട്ടുള്ള പാത്തോജൻ, ഇപ്പൊ സാൽമോണല്ല, ഷിജെല്ലെ, വിബ്രിയോ, അവർക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്യാരി ബ്ലെയർ മീഡിയംസ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം. പിന്നെ VR മീഡിയം, വെങ്കിട്ട് രാമകൃഷ്ണൻ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് വിബ്രിയോ കോളറിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് VR മീഡിയം യൂസ് ചെയ്യുന്നത്. പിന്നെ അനൈറോബിക് ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്. അനൈറോബിക് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുമ്പോൾ തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത് ഒക്കെ നമുക്ക് അനൈറോബിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പൈക്ക് ട്രാൻസ്പോർട്ട് മീഡിയം. പൈക്ക് ട്രാൻസ്പോർട്ട് മീഡിയം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ട്രെപ്പ് പയോജൻസിനാണ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ. സ്ട്രെപ്പ് പയോജൻ എന്നോ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ എന്നോ പഠിച്ചു. രണ്ടും ഒന്നാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. സോ അത് പഠിച്ചു വെക്കുക. അപ്പൊ സ്റ്റോർഡ് മീഡിയം ആൻഡ് അമീസ് മീഡിയം നെയ്സേറിയ ഗൊണേറിയക്കാണ്. ക്യാരി ബ്ലെയർ നമുക്ക് സാൽമോണല്ല, ഷിജെല്ല, വിബ്രിയോ പോലെയുള്ള എൻഡറിക് ആയിട്ടുള്ള പാത്തോജൻസിന് യൂസ് ചെയ്യാം. VR മീഡിയം നമ്മൾ വിബ്രിയോ കോളറയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. പൈക്സ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിന് വേണ്ടിയിട്ടാണ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a anaerobic culture medium? Option A RCM, option B peptone water, option C nutrient broth, option D glucose broth. അതായത് ഓപ്ഷൻസിൽ അനേറോബിക് കൾച്ചർ മീഡിയത്തിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് RCM. RCM എന്ന് പറഞ്ഞാൽ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. അനേറോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസിനെയാണ് നമ്മൾ അനേറോബ്സ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഇല്ലാണ്ട് അവരെ കൾട്ടിവേറ്റ്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീഡിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് വൺ, പ്രീ റെഡ്യൂസ്ഡ് മീഡിയ. പ്രീ റെഡ്യൂസ്ഡ് മീഡിയ ഓർ പ്രാസ് മീഡിയം. പ്രീ റെഡ്യൂസ്ഡ് അനേറോബിക്കലി സ്റ്റെറിലൈസ്ഡ് മീഡിയ എന്നാണ് ഈ പ്രാസ് മീഡിയന്റെ ഫുൾ ഫോം. നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഹൈലി ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള അനേറോബ്സിന് വേണ്ടിയിട്ടാണ്. ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള പ്രീ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് പ്രീ റെഡ്യൂസ്ഡ്, പേര് പഠിച്ചു വെക്കുക, പ്രീ റെഡ്യൂസ്ഡ് അനേറോബിക്കലി സ്റ്റെറിലൈസ്ഡ് മീഡിയ. പിന്നെ നമുക്ക് വരുന്ന മീഡിയാസ് ആണ് സോളിഡ് മീഡിയാസ് ആയിട്ടുള്ള അനേറോബിക് ബ്ലഡ് അഗാർ. അനേറോബിക് ബ്ലഡ് അഗാറിൽ നമ്മൾ ഷീപ്പ് ബ്ലഡ് ആണ് നമ്മൾ അതിലേക്ക് ആ ഒരു സെലക്റ്റീവ് കമ്പോണന്റ് ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. സോ ജനറൽ ആയിട്ടുള്ള അനേറോബിക് ഗ്രോത്ത് നമുക്ക് ഈ അനേറോബിക് ബ്ലഡ് അഗാറിൽ കിട്ടും. ഹീമോളൈസിസ് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ബ്രുസെല്ല ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റീരിയസ് ആയിട്ടുള്ള
അണേറോബ്സിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രൂസെല്ല ബ്ലഡ് അഗാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയോയിഡ്സിനൊക്കെ വേണ്ടിയിട്ട് അതിൽ ഹെമിനും വൈറ്റമിൻ കെയും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബാക്ടീരിയോയിഡ്സ് ബൈൽ എക്സ്കുലിൻ അഗാർ. ബാക്ടീരിയോയിഡ്സ് ബൈൽ എക്സ്കുലിൻ അഗാർ നമ്മൾ ബാക്ടീരിയോയിഡ് ഫ്രെജിലിസിൻ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ബൈൽ സാൾട്ടും എസ്കുലിനും നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് കാനാമൈസിൻ വാങ്കോമൈസിൻ ബ്ലഡ് അഗാർ നമ്മൾ സെലക്ടീവ് മീഡിയ ഫോർ ബാക്ടീരിയോയിഡ്സ് ആൻഡ് പ്രിവോട്ടല. കാനാമൈസിൻ വാങ്കോമൈസിൻ യൂസ് ചെയ്യാറുള്ളത് ബാക്ടീരിയോയിഡ്സിനും പ്രിവോട്ടലയ്ക്കുമാണ്. അതിൽ കാനാമൈസിനും വാങ്കോമൈസിനും സെലക്ടീവ് കോമ്പോണന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് CCFA. CCFA എന്ന് പറയുമ്പോൾ സൈക്ലോസെറിൻ സഫോക്സിറ്റിൻ ഫ്രക്ടോസ് അഗാർ. സൈക്ലോസെറിൻ സഫോക്സിറ്റിൻ ഫ്രക്ടോസ് അഗാർ നമ്മൾ ക്ലോസ്ട്രീഡിയം ഡിഫിസിൽസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈക്ലോസെറിൻ സഫോക്സിറ്റിനും ഫ്രക്ടോസും നമുക്ക് സെലക്ടീവ് കമ്പോണന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും എന്തിനാന്ന് പഠിച്ചു വെക്കുക. പ്രാസ്, അണേറോബിക് ബ്ലഡ് അഗാർ, ബ്രുസെല്ല ബ്ലഡ് അഗാർ, ബാക്ടീരിയോയിഡ്സ് ബൈൽ എസ്കുലിൻ അഗാർ, കാനാമൈസിൻ വാങ്കോമൈസിൻ ബ്ലഡ് അഗാർ, സൈക്ലോസെറിൻ സഫോക്സിറ്റിൻ ഫ്രക്ടോസ് അഗാർ ഓരോന്നിനും എന്തിന്റെ കൾട്ടിവേഷൻ ആണ്, ഏത് അണേറോബ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ലിക്വിഡ് മീഡിയ ബ്രോത്ത് ആണ്. തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത്. തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള അനേറോബിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൽ തയോഗ്ലൈക്കുലേറ്റ് ആണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം അധികം നമ്മൾ കൾട്ടിവേഷൻ ഓഫ് ക്ലോസ്ട്രീഡിയം സ്പീഷീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുക്ക്ഡ് മീറ്റ് ആണ് അതിൽ ന്യൂട്രിയന്റ് സോഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ചോപ്ഡ് മീറ്റ് ബ്രോത്ത്. ചോപ്ഡ് മീറ്റ് ബ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അനേറോബിക് ബാക്ടീരിയക്കും അതുപോലെ ടോക്സിൻസ് റെഡ്യൂസിനുമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ മിൻസ്ഡ് മീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സെലക്ടീവ് ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് നമുക്ക് എഗ് യോക്ക് അഗാർ. എഗ് യോക്ക് അഗാർ എന്ന് പറയുമ്പോൾ നമ്മളത് ക്ലോസ്ട്രീഡിയത്തിന് നമ്മൾ ലെസിത്തിനേസ് ലിപ്പേസ് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഗ് യോക്ക് അഗാർ യൂസ് ചെയ്യാറുള്ളത്. അതിൽ എഗ് യോക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. ലിവർ ഇൻഫ്യൂഷൻ ബ്രോത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റീരിയസ് ഓർഗാനിസത്തിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ്. പെപ്റ്റോൺ ഈസ്റ്റ് ഗ്ലൂക്കോസ് ബ്രോത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സ്ട്രിക്റ്റ് അനേറോബ്സിന്റെ കൾട്ടിവേഷന് വേണ്ടി. ഓരോന്നിന്റെ പേര് അനേറോബ്സിന്റെ പേര് അനേറോബിക് മീഡിയാസിന്റെ പേരുകൾ എന്ത് ചെയ്ത് വെക്കുക, ഓരോന്നിൻ്റെതും നോട്ട് ചെയ്ത് വെക്കുക. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കൾച്ചർ മെത്തേഡ് യൂസ്ഡ് ഫോർ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. ഓപ്ഷൻ എ സ്ട്രീക്ക് കൾച്ചർ, ഓപ്ഷൻ ബി ലോൺ കൾച്ചർ, ഓപ്ഷൻ സി സ്റ്റോക്ക് കൾച്ചർ, ഓപ്ഷൻ ഡി പോപ്ലേറ്റ് മെത്തേഡ്. കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോൺ കൾച്ചർ. ഇവിടെ നമ്മൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മീഡിയ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ കൾച്ചർ മീഡിയയിലും ഏതൊക്കെ മെത്തേഡ്, ഇപ്പൊ ലിക്വിഡ് മീഡിയയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ലോപ്പിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്, സാധാരണ നോർമൽ കൾച്ചർ മീഡിയയിൽ ചെയ്യാറുള്ളത്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മെത്തേഡ്സുകൾ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രീക്ക് കൾച്ചർ. സ്ട്രീക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ലാബിൽ ഇപ്പോൾ ഒരു നമ്മളെ കയ്യിൽ കൾച്ചർ മീഡിയ എത്തിയാൽ നമുക്ക് അതിനെ ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കൾച്ചറാണ് ചെയ്യാറുള്ളത്? യെസ്, സ്ട്രീക്ക് കൾച്ചർ ആണ് അല്ലെ. ഒരു ലൂപ്പ് ഓഫ് സ്പെസിമെൻ എടുക്കും, എന്നിട്ട് നമ്മൾ ഒരു സ്ട്രീക്കഡ് പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രീക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോളിഡ് മീഡിയത്തിന്റെ മുകളിൽ സ്ട്രീക്ക് ചെയ്തെടുക്കുന്ന കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് സ്ട്രീക്ക് കൾച്ചർ. നമ്മൾ സാധാരണ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്ട്രീക്ക് കൾച്ചർ ചെയ്യാറുള്ളത്. ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതാണ് ലോൺ കൾച്ചർ അല്ലെങ്കിൽ കാർപ്പറ്റ് കൾച്ചർ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി നമ്മൾ ഡിസ്കിന് ചുറ്റും ആ ഒരു ഇൻഹിബിഷൻ ഓഫ് ഗ്രോത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൊത്തത്തിൽ നമുക്ക് സ്പ്രെഡിങ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഗ്രോത്ത് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്വാബ്, ഒരു സ്റ്റെറൈൽ സ്വാബ് എടുത്തിട്ട് നമ്മൾ ഈ കൾച്ചർ മീഡിയയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഈ കൾച്ചർ മീഡിയയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് ഫുൾ ഓഫ് ഗ്രോത്ത്, നമുക്ക് ഇൻഡിവിജ്വൽ ഗ്രോത്തോ അല്ലെങ്കിൽ കോളനീസ് കിട്ടില്ല, കംപ്ലീറ്റ് ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതിനെയാണ് ലോൺ കൾച്ചർ ഓർ കാർപ്പറ്റ് കൾച്ചർ. കംപ്ലീറ്റ് ലോൺ പോലെ അല്ലെങ്കിൽ കാർപ്പറ്റ് പോലെ ഗ്രോത്ത് ഉണ്ടാവും. സോ ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിക്ക്, അതുപോലെ ബാക്ടീരിയോഫേജിന്റെ ടൈപ്പിങ്ങിന്, ആന്റിജന്റെ പ്രിപ്പറേഷന്, വാക്സിൻ പ്രിപ്പറേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോൺ കൾച്ചർ അല്ലെങ്കിൽ കാർപ്പറ്റ് കൾച്ചർ ചെയ്യാം. മൊത്തത്തിലൊരു കൂടുതൽ ഗ്രോത്ത് വേണ്ട കേസസിൽ, ബാക്ടീരിയോഫേജിന്റെ ടൈപ്പിങ്ങിന്, ആന്റിബയോട്ടിക് സെൻസിറ്റീവിന്റെ കേസിൽ, ആന്റിജൻ ആൻഡ് വാക്സിൻ പ്രിപ്പറേഷന്റെ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോൺ കൾച്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓരോ കൾച്ചറും എന്താണ് ആ കൾച്ചർ എന്ന് മനസ്സിലാക്കുക, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതാണ് സ്റ്റോക്ക് കൾച്ചർ.
സ്ട്രോ കൾച്ചർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ സ്ട്രീക്ഡ് ഇൻ സിഗ്സാഗ് ഫാഷൻ ഓൺ ബ്ലഡ് അഗാർ സ്ലോപ്പ്. നമ്മൾ ബ്ലഡ് അഗാർ സ്ലോപ്പ് ഉണ്ടാവില്ലേ, ബ്ലഡ് അഗാറിന്റെ സ്ലോപ്പിലേക്ക് ഇങ്ങനെയായിരിക്കും സ്ലോപ്പ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ സിഗ്സാഗ് മാനറിൽ ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രോ കൾച്ചർ. നമ്മൾ സിട്രേറ്റ് ട്യൂബ്, ബയോകെമിക്കൽ ടെസ്റ്റ് ഉണ്ടാവില്ലേ, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്, യൂറിയസ് ടെസ്റ്റ്, അതിന്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു സിഗ്സാഗ് പാറ്റേണിൽ സ്ട്രോ കൾച്ചർ ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ സ്ട്രോ കൾച്ചർ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ചെയ്യാറുള്ളത് ഈ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ, യൂറിയ ടെസ്റ്റിലൊക്കെയാണ് ഈ സ്ട്രോ കൾച്ചർ ചെയ്യുക. ഇനി സ്റ്റാബ് കൾച്ചർ. സ്റ്റാബ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സെമി സോളിഡ് അഗാറിലേക്ക് സ്റ്റാബ് ചെയ്യുക. അപ്പൊ നമ്മളെ മീഡിയ, ഇപ്പൊ മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ ഇങ്ങനെ സോളിഡ്, സെമി സോളിഡ് മീഡിയയിലേക്ക് ഒരു സ്ട്രെയിറ്റ് വയർ യൂസ് ചെയ്തിട്ട് സ്റ്റാബ് ചെയ്യാണ്, ഇങ്ങനെ കുത്തി ഇറക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഗ്രോത്ത് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ മോട്ടിലിറ്റി ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കൾച്ചറിനെയാണ് നമ്മൾ സ്റ്റാബ് കൾച്ചർ എന്ന് പറയുന്നത്. സോ നമുക്കത് മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ഓക്സിജൻ റിക്വയർമെന്റ് സ്റ്റഡി, കാരണം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഓക്സിജൻ അവൈലബിൾ ആണ് അല്ലെ, പക്ഷെ ഈ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഓക്സിജന്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ അവൈലബിലിറ്റി ഇപ്പോൾ എയറോബിക് ആയിട്ടുള്ളത് ഇവിടെ വളരും, എനേറോബിക് ആയിട്ടുള്ളത് ഈ ഡീപ്പ് ഏരിയയിലേക്കും വളരും. അപ്പോൾ ഓക്സിജന്റെ റിക്വയർമെന്റ്സ് നോക്കാൻ പറ്റും, സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്റ്റോക്ക് കൾച്ചർ, ഒരു സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് കൾച്ചർ യൂസ് ചെയ്യാൻ പറ്റും. മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാനൊക്കെ ഈ സ്റ്റോക്ക് അല്ല സ്റ്റാബ് കൾച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാറിപ്പോരുത് എന്താണ് സ്റ്റോക്ക് കൾച്ചർ, എന്താണ് സ്റ്റാബ് കൾച്ചർ എന്നുള്ളത്. നെക്സ്റ്റ് ലിക്വിഡ് കൾച്ചർ. ലിക്വിഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇനോക്കുലം നമ്മൾ ഒരു ട്യൂബിലേക്ക് ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് ഒരു ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡ് കൾച്ചർ. ഇപ്പൊ നമ്മൾ ബ്ലഡ് കൾച്ചറിന്റെ ബോട്ടിലേക്ക് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിൽ, വാട്ടർ അനാലിസിസിലൊക്കെ ഈ ലിക്വിഡ് കൾച്ചർ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലിക്വിഡ് മീഡിയം എടുത്തിലേക്ക് അതിലേക്ക് നമ്മൾ ബാക്ടീരിയൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ലിക്വിഡ് കൾച്ചർ. പോർപ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, പോർപ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സീരിയൽ ഡൈലൂഷൻ ഓഫ് ബാക്ടീരിയ എടുക്കുക, എന്നിട്ട് നമ്മൾ മോൾട്ടൺ അഗാറും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് നമ്മൾ പെട്രി ഡിഷിലേക്ക് പോർ ചെയ്യും. സാധാരണ നമ്മൾ എന്താ സ്ട്രീ കൾച്ചറിൽ ചെയ്യാറുള്ളത്, മീഡിയം അതിലേക്ക് ഓൾറെഡി നമ്മൾ ഒഴിച്ച് സോളിഡിഫൈ ചെയ്തതിന് ശേഷം മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ആ ഒരു മീഡിയ ഇടാം. ഇതെങ്ങനെയാ, മോൾട്ടൺ അഗാറും നമ്മളെ സീരിയൽ ഡൈലൂഷനോ ബാക്ടീരിയ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് പോർ ചെയ്യുന്നതിനെയാണ് പോർപ്ലേറ്റ്. നമ്മൾ അത് യൂസ് ചെയ്യാറുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂറിന്റെ വയബിൾ കൗണ്ട് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ, അതിനൊക്കെയാണ് നമ്മൾ ഈ പോർപ്ലേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തത് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ്. സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എ നോൺ ബാക്ടീരിയൽ ഡൈലൂഷൻ ഈസ് സ്പ്രെഡ് വിത്ത് സ്റ്റെറൈൽ സ്പ്രെഡർ. അതായത് ഒരു സ്പ്രെഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന ബാക്ടീരിയലിന്റെ ഡൈലൂഷൻസ് നമ്മൾ സ്പ്രെഡർ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ടൈപ്പ് ഓഫ് കൾച്ചർ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന്. ബാക്ടീരിയ ഈവൻലി സ്പ്രെഡ് അഗാർ പ്ലേറ്റ്. സോ നമ്മൾ വയബിൾ ബാക്ടീരിയൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പോർ പ്ലേറ്റ് ആയിക്കോട്ടെ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ സ്പ്രെഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ്, ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്താലും നമ്മൾ അത് കീപ്പ് ചെയ്യേണ്ടത് എവിടെയാണ്, ഇൻക്യുബേറ്ററിലാണ് അല്ലെ. ഇൻക്യുബേറ്ററിൽ 37 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കൾച്ചർ മെത്തേഡ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ ഓഫ് യൂറിൻ. ഓപ്ഷൻ എ സ്ട്രീ കൾച്ചർ, ഓപ്ഷൻ ബി സ്റ്റോക്ക് കൾച്ചർ, ഓപ്ഷൻ സി പോർപ്ലേറ്റ് കൾച്ചർ, ഓപ്ഷൻ ഡി ലോൺ കൾച്ചർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ഏരിയ ആണ് ഇത്. നമ്മളറിയാം നമ്മുടെ യൂറിന്റെ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയായിരുന്നു യൂസ് ചെയ്തത്, യെസ് പോർപ്ലേറ്റ് മെത്തേഡ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പോർപ്ലേറ്റ് എന്ന് പറയുമ്പോൾ സീരിയൽ ഡൈലൂഷൻ ഓഫ് ബാക്ടീരിയ നമുക്ക് എന്ത് ചെയ്യാം, മോൾട്ടൺ അഗാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുമിച്ച് ആ കൾച്ചർ പ്ലേറ്റിലേക്ക് പോർ ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. ഓക്കെ, എന്നിട്ട് കോളനി കൗണ്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനൈറോബിക് കൾച്ചർ മെത്തേഡ് ഈസ് ഓപ്ഷൻ എ ആൽക്കലൈൻ pyrogalol method, option B Castaneda method, option C Petrov method, option D slide culture method. Okay, so answer alkaline pyrogalol method. അതായത് അനൈറോബിക് മീഡിയാസ് നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനൈറോബിക് മീഡിയാസ് ഉണ്ട്. പക്ഷെ അനൈറോബിക് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്,
ഇപ്പൊ നമ്മളൊരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അനേറോബിക് മീഡിയാസ് ആണ് യൂസ് ചെയ്തതെങ്കിൽ കൂടി അതിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ വെക്കുമ്പോൾ അവർ ഓക്സിജനായിട്ട് കോൺടാക്റ്റിൽ വരും അല്ലെ. ഈ ഓക്സിജനായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് അതൊരു എയറോബിക് കണ്ടീഷൻ ആയിട്ട് മാറും. അനേറോബ്സിന് വളരാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഈ അനേറോബ്സിന് ഉണ്ടാക്കി കൊടുക്കണം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ അനേറോബ്സിന് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് മെത്തേഡ്സ് ആണ് പ്രൊഡക്ഷൻ ഓഫ് വാക്വം. പ്രൊഡക്ഷൻ ഓഫ് വാക്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഈ ഒരു കൾച്ചർ മീഡിയ വെക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള എയറിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ആ ഒരു ഏരിയയിലുള്ള എയറിലായിരിക്കും ഓക്സിജൻ ഉണ്ടാവും. ആ ഒരു എയറിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രൊഡക്ഷൻ ഓഫ് വാക്വം എന്ന് പറയുന്നത്. ഒരു വാക്വം ഡെസിക്കേറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഓഫ് വാക്വം എന്നുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കമ്പഷൻ ഓഫ് ഓക്സിജൻ. അതായത് നമ്മൾ ഓക്സിജൻ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ യൂസിങ് എ കാറ്റലിസ്റ്റ്. അതൊരു നമുക്ക് ഓക്സിജൻ ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ഓക്സിജനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഹൈഡ്രജന് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു അനേറോബിക് കണ്ടീഷൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതാണ് ഈ മെക്കിന്തോഷ് ഫീൽഡ്സ് അനേറോബിക് ജാർ ഒക്കെ ഇല്ലേ. മെക്കിന്തോഷ് ആൻഡ് ഫീൽഡ്സ് അനേറോബിക് ജാർ ഒക്കെ ഈ ഒരു ഏത് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കമ്പസ്റ്റൻ ഓഫ് ഓക്സിജൻ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവിടുത്തെ എയറിനെ ഇവാക്യുവേറ്റ് ചെയ്യും, പിന്നെ റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ, ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജൻ. ഇത് ചെയ്യുന്നത് ആരാണ്? ഈ പലേഡിയം കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. പലേഡിയം കാറ്റലിസ്റ്റ് എക്സ്ട്രാ ഉണ്ടാവുന്ന ഏതെങ്കിലും റെസിഡ്വൽ ഓക്സിജനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. സോ ആദ്യം നമ്മൾ ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ കൊണ്ടുവരും. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഓക്സിജനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ പലേഡിയം കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ ഈ മെക്കിന്തോഷിന്റെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ അനോക്സോമാറ്റ് സിസ്റ്റം എന്ന് പറയാം. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു. മെക്കിന്തോഷ് എന്തായാലും മറക്കരുത്. ഈ അനോക്സോമാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ മെക്കിന്തോഷിന്റെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ബൈ കെമിക്കൽ മെത്തേഡ്. ആദ്യം നമ്മൾ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അനേറോബിക് കണ്ടീഷൻ ഉണ്ടാക്കി, രണ്ടാമത് ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജൻ കൊണ്ടുവന്നിട്ട് അനേറോബിക് കണ്ടീഷൻ ഉണ്ടാക്കി, മൂന്നാമത്തേതാണ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്. കാരണം അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസ് വഴി നമുക്ക് അവിടുത്തെ ഓക്സിജൻ റിമൂവ് ചെയ്യാം. അതിലാണ് ശരിക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞ ആൽക്കലൈൻ പൈറോഗാലോളും ഈ ഗ്യാസ് പാക്ക് സിസ്റ്റം ഒക്കെ വരുന്നത്. കാരണം അവിടെ നമ്മൾ സോഡിയം ബൈകാർബണേറ്റും സോഡിയം ബോറോ ഹൈഡ്രേറ്റ്സും യൂസ് ചെയ്തിട്ട് ഹൈഡ്രജനെ ജനറേറ്റ് ചെയ്യും. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡിനെ ജനറേറ്റ് ചെയ്യും. പലേഡിയം കാറ്റലിസ്റ്റ് ഈ ഓക്സിജനെ റിമൂവ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആണ് ഇവിടെയും വരുന്നത്. നമ്മൾ ആദ്യം ഓക്സിജനെ എയറിനെ ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് പലേഡിയം കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഓക്സിജനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ആൽക്കലൈൻ പൈറോഗാലോൾ മെത്തേഡിലാണെങ്കിലോ അവിടെ പൈറോഗാലോൾ ആണ് ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൽക്കലൈൻ സൊല്യൂഷൻസിൽ പൈറോഗാലോൾ ഈ ഓക്സിജനെ കെമിക്കലി അബ്സോർബ് ചെയ്യും എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ആൽക്കലൈൻ പൈറോഗാലോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ മെത്തേഡ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ബൈ റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ് ഇൻ കൾച്ചർ മീഡിയ. ഇപ്പൊ ബൈ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ് ഗ്ലൂക്കോസ്, നമ്മളറിയാം കൾച്ചർ മീഡിയയിൽ നമ്മൾ പല റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഗ്ലൂക്കോസ്, അതുപോലെ തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്തിൽ നമ്മൾ തയോഗ്ലൈക്കുലേറ്റ് ആഡ് ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിലാണെങ്കിൽ കുക്ക്ഡ് മീറ്റ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ CCFA അങ്ങനത്തെ പല കാര്യത്തിലും നമുക്ക് പല കാര്യം, ഇപ്പൊ സിസ്റ്റീന്, അസ്കോബിക് ആസിഡ്, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജനെ കൾച്ചർ മീഡിയയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രാസ്, പ്രീ റെഡ്യൂസ്ഡ് അനേറോബിക്കലി സ്റ്റെറിലൈസ്ഡ് മീഡിയ. അതായത് മീഡിയ ഈസ് പ്രിപ്പയർഡ് ഇൻ ഓക്സിജൻ ഫ്രീ കണ്ടീഷൻ. മീഡിയ പ്രിപ്പയർഡ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? ഓക്സിജൻ ഫ്രീ കണ്ടീഷൻസിലാണ്. കാരണം ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സീൽഡ് ആയിട്ടുള്ള ഫോയിൽ പാക്കറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അനേറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ആദ്യം നമ്മൾ ആ ഓക്സിജനെ റിമൂവ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ അതാണ് പ്രീ റെഡ്യൂസ്ഡ് അനേറോബിക്കലി സ്റ്റെറിലൈസ്ഡ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സിസ്റ്റമാണ് അനേറോബിക് ഗ്ലൗ ബോക്സ് എന്ന് പറയും. ഒരു സീൽഡ് ആയിട്ടുള്ള അനേറോബിക് എൻവയോൺമെന്റ് ആയിരിക്കും. നമ്മൾ അതിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ
നമുക്കൊരു ഗ്ലൗ ഹാൻഡിൽ ചെയ്യാൻ മാത്രമുള്ള സിസ്റ്റം, സെൽഫ് കണ്ടെയ്നിങ് ഒരു ചാമ്പർ ഉണ്ടാവും. അനേറോബിക് ആ കൾച്ചർ മീഡിയ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൂടെ ഒരു ഗ്ലൗ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഓക്സിജൻ എക്സ്പോഷർ ഒന്നും ഇല്ലാണ്ട് ഒരു സീൽഡ് ആയിട്ടുള്ള ഒരു അനേറോബിക് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ഉണ്ട്. സോ അതും ഒരു മെത്തേഡാണ്. അപ്പൊ ഓരോന്നും മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ വാക്വംസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ മെക്കിൻതോഷ് ഫീൽ അനേറോബിക് ചാർജ് യൂസ് ചെയ്യുക. അതുപോലെ ഗ്യാസ് പാക്ക് സിസ്റ്റം, ആൽക്കലൈൻ പൈറോഗാലോൾ, ഇതിലൊക്കെ എന്താണ് നമ്മൾ ഓക്സിജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡിലൊക്കെ വരുന്നത്. പിന്നെ ആൽക്കലൈൻ പൈറോഗാലോളാണെങ്കിൽ ഈ പൈറോഗാലോൾ യൂസ് ചെയ്തിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ചില അനേറോബിക് കൾച്ചർ മീഡിയസിൽ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഈ കുക്കുടി മീറ്റും തയോഗ്ലൈക്കൊലേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ പ്രീ റെഡ്യൂസ്ഡ് അനേറോബിക്കലി സ്റ്റെറിലൈസ്ഡ് ആണെങ്കിൽ മീഡിയ പ്രിപ്പയർ ചെയ്യുന്ന തന്നെ ഈ ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റിലായിരിക്കും. പിന്നെ അനേറോബിക് ഗ്ലൗ ബോക്സിലാണെങ്കിൽ അതൊരു സീൽഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇടാൻ മാത്രമുള്ള ഒരു സ്പേസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ ഒരു ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടാവും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. കാരണം നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നത് കൊണ്ട് വീഡിയോന്റെ ലെങ്ത് അത്യാവശ്യം കൂടുതലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഓരോ ഏരിയയും അത്രയും ഡെപ്തിൽ പറഞ്ഞു പോവല്ല ചെയ്യുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളെ കമന്റിനനുസരിച്ചായിരിക്കും നമുക്ക് വീഡിയോ ഇടാൻ ഒരു എനർജി ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് എല്ലാ ഏരിയയിലും കവർ ചെയ്തിട്ട് ചെയ്യാം. താങ്ക്